സ്വാഗതം ചതുരംഗത്തിലേക്ക്. ഇത്തവണ വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ് ചതുരംഗം ചർച്ച ചെയ്യുന്നത്. അത് കേരള പോലീസിലെ ആത്മഹത്യകളെക്കുറിച്ചും പോലീസിലുണ്ടാകുന്ന കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പല ജില്ലാ കമ്മിറ്റികളുടെയും ചർച്ചയിൽ പോലീസിന് വീഴ്ച പറ്റി എന്ന രീതിയിൽ വരെ ചർച്ചയെത്തി. അത് ഭരണപക്ഷത്ത് പോലും. ലോകം മുഴുവൻ കേരള പോലീസിനെ കുറിച്ച് അഭിമാനിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ല എന്നല്ല, പല അന്വേഷണ മികവ് കൊണ്ടും കേരള പോലീസ് ലോകത്ത് വലിയ തിളക്കമായി നിന്നിരുന്ന കേരള പോലീസിൽ ഇപ്പോൾ ആത്മഹത്യകൾ പെരുകുകയാണ്. 6 ദിവസത്തിനിടയിൽ പോലും 5 പോലീസുകാർ മരിച്ച ഒരു സ്ഥിതിവിശേഷം. DYSP റാങ്കിലുള്ളവർ വരെ ആത്മഹത്യ ചെയ്യുന്നു. എന്തുപറ്റി നമ്മുടെ കേരള പോലീസിന്? വളരെ പ്രഗത്ഭരായവരാണ് നമ്മോടൊപ്പം ചർച്ചയിൽ TCV സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ക്ലാസ് എടുക്കുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ വിശദമായി തന്നെ നമ്മളോട് പറയാൻ ഏറെയുണ്ട്. മറ്റൊരു വ്യക്തി റിട്ടയേർഡ് SP RK ജയരാജ്. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് സേനയിൽ ജോലി ചെയ്തിരുന്നതാണ്. പോലീസിലുണ്ടാകുന്ന ഇത്തരം ആത്മഹത്യകളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം നേരത്തെയും പ്രതികരിച്ചിട്ടുണ്ട്. ശ്രീ ഉമേഷ് വള്ളിക്കുന്ന്, അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോൾ പോലീസിലാണ്, പക്ഷേ ഇപ്പോൾ സസ്പെൻഷനിലാണ്. പോലീസിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനായിരുന്നു ആ സസ്പെൻഷൻ. 1 മാസം മുമ്പായിരുന്നു അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചത്. ഇപ്പോഴും പോലീസിലെ വിഷയങ്ങൾ പൊതുജനത്തിന് മുന്നിൽ, അധികാരികൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനുള്ള ആർജവമുള്ള ശ്രീ ഉമേഷ് വള്ളിക്കുന്ന്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം താങ്കളിൽ തന്നെ തുടങ്ങാം. 1 മാസം മുമ്പായിരുന്നു, കഴിഞ്ഞ മെയ് 30-നായിരുന്നു സസ്പെൻഷൻ. അത് മുഖ്യമന്ത്രിയോട് കേരള പോലീസിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചതിനായിരുന്നു, ശരിയല്ലേ? ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് തോന്നുന്നു. എന്ത് തോന്നുന്നു? ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നതിലപ്പുറം കേരള പോലീസിലെ പോലീസുകാർക്ക് ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു നാഥനില്ലാത്ത അവസ്ഥയുണ്ട്. ഒരു മിനിസ്റ്റർ ഇല്ല, സ്വന്തമായിട്ടൊരു മിനിസ്റ്റർ ഇല്ല. മുഖ്യമന്ത്രിക്കാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയെങ്കിലും അദ്ദേഹം വകുപ്പിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് വകുപ്പിൽ എന്ത് നടക്കുന്നു എന്നും, ഇപ്പോൾ മുമ്പ് കോടിയേരി മിനിസ്റ്റർ ഉണ്ടായിരുന്നപ്പോഴും, ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോഴും, തിരുവഞ്ചൂരായിരുന്നപ്പോഴൊക്കെ പോലീസുകാർക്കൊരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു. പോലീസുകാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർ ഡീൽ ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ ഒരു 10 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ടാണ് പോലീസുകാരുടെ അവസ്ഥ വളരെ ശോചനീയമാകുകയും ഇങ്ങനെ തുടർച്ചയായിട്ട് ആത്മഹത്യയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്നത്. ഞാൻ സസ്പെൻഷനായ പോസ്റ്റ് എന്ന് പറയുന്നത് പോലീസിലെ ഗുണ്ടാബന്ധത്തെ തുടർന്നിട്ട് ഒരു DYSP സസ്പെൻഷനിലായി. അദ്ദേഹം 3 ദിവസം മാത്രമേ റിട്ടയർ ആവാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 3 ദിവസം മാത്രം ബാക്കിയുള്ള അയാൾ ഇനി ഗുണ്ടകൾക്ക് വേണ്ടി സഹായങ്ങളൊന്നും ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ പോലീസിനകത്ത് ഇത്തരം ഗുണ്ടാബന്ധങ്ങളും അവിഹിത ബന്ധങ്ങളും വൻ മാഫിയകളായിട്ടുള്ള ബന്ധങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റേഷനിലുണ്ടായ നേരിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങളും, അവിടെ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരനായ പ്രതിയെ, വാറണ്ട് പ്രതിയെ കോടതി ഹാജരാക്കാതെ ഇറക്കി വിട്ടിരുന്നു. ആ സംഭവം ഉൾപ്പെടെ പ്രതിപാദിച്ചുകൊണ്ട് ഞാൻ കത്ത് എഴുതുകയും ചെയ്തു മുഖ്യമന്ത്രിക്ക്. ആ വിവരം ഞാൻ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. അതിൻ്റെ പേരിലാണ് സസ്പെൻഷൻ വന്നത്. പ്രതികരണം വല്ലതും ലഭിച്ചിരുന്നോ ഈ പരാതി ലഭിച്ചതിനെ തുടർന്ന്? എങ്ങനെ? മുഖ്യമന്ത്രിക്കല്ലേ പരാതി നൽകിയത്? പരാതിയല്ല, ഒരു കത്ത് എഴുതി വിവരങ്ങൾ ധരിപ്പിച്ചുകൊണ്ട്. അതിന് പിന്നെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി പോയി കഴിഞ്ഞാൽ അത് PHQ-ലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ചു എന്നൊരു മറുപടി വരും. അതുപോലും വന്നിട്ടില്ല. ശ്രീ RK ജയരാജ്, താങ്കൾ കുറേ വർഷങ്ങൾ ജില്ലയുടെ വിവിധ മേഖലകളിലുണ്ടായിരുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ SP റാങ്ക് വരെ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. ആ ഒരു കാലഘട്ടമല്ല ഇപ്പോഴുള്ളതെന്ന് നമ്മുടെ മുന്നിൽ നിന്നൊരു സാക്ഷ്യം പറയുകയാണ് ഉമേഷ് വള്ളിക്കുന്ന് അടക്കം. വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. അന്ന് പോലീസിന് ഒരു ആർജവം ഉണ്ടായിരുന്നു, ആത്മാഭിമാനം ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടൊരു സ്ഥിതിയാണോ? പോലീസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ്. ഇപ്പോൾ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും വക്കീലായാലും അതുപോലൊരു പ്രൊഫഷനാണ് പോലീസ്. ആ പ്രൊഫഷനിലുള്ളവരൊക്കെ ആ പ്രൊഫഷനിൽ അഭിമാനിക്കുന്നവരാണ്. ഞാനൊരു ഡോക്ടറാണെന്ന് അന്തസ്സോടുകൂടി പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പോലീസിൽ ഇന്ന് ആ അങ്ങനെ ഒരു സെൽഫ് റെസ്പെക്റ്റോടുകൂടി സംസാരിക്കാവുന്ന ഒരവസ്ഥയില്ല എന്നാണ് പലപ്പോഴും തോന്നാറ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭരണത്തിൻ്റെ നയപരമായ ഒരു ഇതിൽ വരുന്ന ഇതിനേക്കാൾക്കുപരി അടിസ്ഥാനപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ആളുകളുടെ പ്രശ്നങ്ങളുടെ സങ്കീർണത ഒരുപാട് മാറി. അതനുസരിച്ച് പോലീസ് കോപ്പപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലീസ് എന്തുമാത്രം പോലീസ് എടുക്കേണ്ടതല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് എടുക്കുന്നൊരു സാഹചര്യം.
അപ്പോൾ അതിൽ കേരള പോലീസ് ആക്ട്, ഇപ്പോൾ പോലീസ് അക്കാദമിയിൽ കേരള പോലീസ് ആക്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഈ പോലീസുകാരുടെ ക്ഷേമം നോക്കാനായിട്ട് വെൽഫെയർ ബ്യൂറോ സെക്ഷൻ 104, 105 ഒരു പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബോർഡ്, അതായത് ഇവരുടെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്സൊക്കെ ഈ ബോർഡാണ് നോക്കേണ്ടത്. അതുപോലെ സുരക്ഷാ കമ്മീഷൻ, ഇങ്ങനെ കുറേ സംവിധാനങ്ങൾ. പോലീസുകാർക്ക് ഒരു ആരോഗ്യപരമായ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ ഇവർക്കെതിരായിട്ട് വ്യാജ പരാതികളോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നിയമപരമായി നേരിടുന്നതിനായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് 2011 കേരള പോലീസ് ആക്ട് വരുന്നത്. അപ്പോൾ 13 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് മുൻകൂട്ടി കണ്ടിട്ട് അങ്ങനെ ഒരു സെക്ഷനൊക്കെ കേരള പോലീസ് ആക്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ അത് ഇംപ്ലിമെൻ്റ് ആയിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഈ ലോ ആൻഡ് ഓർഡർ ക്രൈംസായിട്ട് മാറ്റണമെന്ന് 2006 പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദ ഗവൺമെൻറ് ഷുഡ് ടേക്ക് സ്റ്റെപ്സ് ടു സെപ്പറേറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ഫ്രം ദ ലോ ആൻഡ് ഓർഡർ വിങ്. ഇത് കൃത്യമായിട്ട് 2006 പറയുന്നുണ്ട്. പക്ഷേ മറ്റെല്ലാ സ്റ്റേറ്റുകളിലും മിക്കവാറും അതൊക്കെ രണ്ടായിട്ട് തിരിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മൾ കേരളം അത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ നടപ്പിലാക്കി എന്ന് പറഞ്ഞു. കുറച്ച് സ്റ്റേഷനുകളിൽ മാത്രം നടപ്പിലാക്കി അവസാനിപ്പിച്ചു. അപ്പോൾ ആരെങ്കിലും സുപ്രീം കോടതി പോയി ഇത് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടംപ്റ്റ് വരും ശരിക്കും സർക്കാരിനെതിരായിട്ട്. കാരണം ഈ ജോലിഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ല. ഇപ്പോൾ ഒരു ട്രോള് വരികയാണ്, അതായത് ഇപ്പോൾ സ്കൂള് തുറക്കുകയാണ്, ജൂൺ 3 സ്കൂൾ തുറക്കുന്നു. ആദ്യം സ്കൂളിലെത്തുന്ന ആരാണ്? ഒരു ട്രോള് ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ചോദിക്കുകയാണ്. ഹെഡ് മാസ്റ്റർ, കുട്ടികൾ, പിയൂൺ, പോലീസ്. കറക്റ്റ് ഉത്തരം പോലീസ്. ലോക്ക് ചെയ്യാം. ഈ രീതിയിലാണ് ട്രോള് പോകുന്നത്. കാരണം ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ കയ്യിൽ വരെ 10-20 കേസ് ഫയലുകളുണ്ട്. അയാൾക്ക് അന്വേഷിക്കാൻ അധികാരമില്ലാത്തൊരു ഉദ്യോഗസ്ഥരാണ് CPO. എന്നാലും അയാൾ എഴുതാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഫയലുകൾ അയാൾ എഴുതണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ള മറ്റു കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടി എല്ലാം കൂടി പോലീസിൻ്റെ അടുത്ത് കൊടുത്ത് ഇത് ഒരു എന്താ പറയുക, ഒരു ജനപ്രിയമായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ഒരു പ്രതീതി എന്നുള്ള രീതിയിൽ അയാളെങ്ങനെ ഒരുപാട് അയാൾക്ക് ലോഡ് കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ അയാൾക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, കുടുംബ പ്രശ്നങ്ങളുണ്ടാവും, സാമ്പത്തിക പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവും. കൂട്ടത്തിൽ ഈ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥലത്തൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ അങ്ങനെ ഒരു ദുർബല നിമിഷത്തിലാണ് പലരും ആത്മഹത്യയിലേക്ക് പോകുന്ന ഇതാണ് എൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. അതൊരു ചെറിയ സംഖ്യയല്ല. ഒരു വർഷക്കണക്ക് 5 വർഷമാണ്. 5 വർഷത്തിനുള്ളിൽ 75 പോലീസുകാർ, അതും DYSP റാങ്കിലുള്ളവർ വരെ മരിച്ച ഒരു സ്ഥിതിവിശേഷം. നേരത്തെ ഉമേഷ് വള്ളിക്കെന്ന് പറഞ്ഞ പോലെ 6 ദിവസത്തിനുള്ളിൽ 5 പോലീസുകാർ മരിക്കുന്ന ഒരു അവസ്ഥ മറ്റൊരു മേഖലയിലും ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ മറ്റു മേഖലയിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ ഈ വിഷയങ്ങൾ? പ്രത്യേകിച്ച് പോലീസിനെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആശോകൻ. ഞാനൊരു 16 കൊല്ലം പോലീസ് ക്വാർട്ടേഴ്സിൽ ജീവിച്ച ആളും കൂടിയാണ്. അപ്പം പോലീസിനെ പഠിപ്പിക്കുന്നുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പോലീസ് എന്താണെന്ന് അടുത്തറിഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് മനസ്സിലാവുന്ന സംഗതി എന്താ വെച്ചാൽ പോലീസിങ് കേരളത്തിൽ നടപ്പിലാവുന്ന, ഇന്ത്യയിൽ തന്നെ നടപ്പിലാവുന്ന രീതി മാറ്റേണ്ടതുണ്ട്, അടിമുടി മാറ്റേണ്ടതുണ്ട്. പോലീസ് ഫോഴ്സായിട്ടല്ല, സർവീസായിട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫോഴ്സിനുള്ള ഒരുപാട് മറ്റ് ഫോഴ്സുകളുണ്ട് നമുക്ക്. ഇപ്പോൾ CRPF തൊട്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ എക്സ്ട്രാ ബറ്റാലിയൻസ് പോലെയൊക്കെ ഉണ്ട്. നമുക്ക് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് ജനങ്ങളും പോലീസും തമ്മിലുള്ള അകലം കുറയുക വളരെ ആവശ്യമാണ്. ഇപ്പോഴും ഊണയിക്കാത്ത കുട്ടികളെ അമ്മമാർ ഊണയിക്കുകയാണെങ്കിൽ പോലീസ് വന്ന് പിടിക്കും ഊണയിക്കും എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്കങ്ങനെ ഒരു പേടി ബിംബം നമ്മളങ്ങനെ ചെറുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പോലീസുകാരുടെ വിചാരം എങ്ങനെയാണ്? ഞങ്ങൾ സിവിലിയൻസ് അല്ല, ഞങ്ങൾ യൂണിഫോം ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രിവിലേജസ് ഉണ്ട് എന്ന് അവർക്കുണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കര ഫ്രിക്ഷൻ ഉണ്ടാക്കും അവർ ഇടപെടലിൽ. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോലീസുകാരന് എന്തെങ്കിലും സമ്മർദ്ദമോ ജോലി സംബന്ധമായ വിഷയങ്ങളോ അപമാനിക്കപ്പെടലൊക്കെ ചെയ്താൽ അവൻ അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്ന മെൻറ്റാലിറ്റിയാണ്. മറ്റേതെങ്കിലും മേഖലയിലെ ആളുകളാണെങ്കിൽ നമ്മൾ ഓടിപ്പോയി സപ്പോർട്ട് ചെയ്യാനൊക്കെ നിൽക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ആക്ടിവിസ്റ്റുകളൊന്നും ഒരിക്കലും ഒരു പോലീസുകാരനെ സപ്പോർട്ട് ചെയ്യുക വളരെ അപൂർവമായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത്. പോലീസ് ജനങ്ങൾ തമ്മിലുള്ള അകലം. 2, ഈ പോലീസിങ്ങിനെ കാലോചിതമായി മാറ്റുക എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നൽകേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ചർച്ചയിൽ ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടും വണ്ടികൾ വെച്ചിട്ടും ഒക്കെ ആണ് കളവ് ചെയ്യാൻ വേണ്ടിയുള്ള ആളുകൾ എത്തുന്നത്, അല്ലെങ്കിൽ അതിക്രമിക്കാനുള്ള ആളുകൾ എത്തുന്നത്. അവരുടെ പിന്നാലെ പോകുന്ന പോലീസുകാർക്ക് ഡീസൽ ഉണ്ടാവില്ല, വണ്ടിയിൽ ആളുണ്ടാവില്ല, ഡ്രൈവർ ലീവായിരിക്കും, ഇനി ഓടുന്ന എന്താ പറയുക മറ്റ് സംവിധാനങ്ങളുടെ കുറവ്, നല്ലൊരു ഫോൺ ഉണ്ടാവില്ല,
അതല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സയൻറ്റിഫിക്കായിട്ടും ലോജിക്കായിട്ട് ഇത്തരം കാര്യങ്ങളെ കൊണ്ടുപോവുക എന്നുള്ള സംഗതി ഇല്ല. ഇവർ മോഡേണൈസിങ് ദ ഗവൺമെൻറ്, മോഡേണൈസിങ് ദ പോലീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ വണ്ടി വാങ്ങിയിട്ട് ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനും ഒരേ കളറടിച്ച് എന്തെങ്കിലും ഇതിൽ കമ്മീഷൻ പറ്റി ഇരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെ കുറിച്ചല്ല എനിക്ക് സംസാരിക്കാനുള്ളത്. ഒരുപക്ഷെ ഞാൻ DSP റാങ്കിൽ തൊട്ടുള്ള ഉദ്യോഗസ്ഥരെ പറ്റി എനിക്ക് സംസാരിക്കാനേ ഇല്ല. അവരൊക്കെ കുറച്ചും കൂടി അധികാരമുള്ളവരും കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നവരാണ്. പക്ഷെ അതിൻ്റെ താഴെയുള്ള സ്റ്റേഷൻ ചാർജുള്ള ഓഫീസേഴ്സ്, അതിൻ്റെ താഴെയുള്ള പോലീസുകാർ, അവരാണ് സമൂഹമായിട്ട് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്താണ് നമുക്ക് നൽകാനുള്ളത്? അത് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ വീട്ടിലെ ആളുകളൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ പോലീസ് ആവണമെന്ന് തീരുമാനിച്ച് പോകുന്ന ആൾക്കാർ 100 പോലീസുകാരുണ്ടെങ്കിൽ 10 പേരുണ്ടെങ്കിൽ ഭാഗ്യം. ബാക്കിയുള്ളവരൊക്കെ മറ്റു ജോലികൾ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ജോലി എന്ന രീതിയിലോ മാത്രമാണ് പോലീസിനെ എടുക്കുന്നത്. അപ്പോൾ ബാങ്കിൽ ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ സർക്കാർ മറ്റ് സർവീസിൽ ജോലി കിട്ടിയില്ല, ഞാൻ പോലീസിൽ ജോലി എടുത്തു. അങ്ങനെ ചെല്ലുന്ന ആളുകൾക്കൊക്കെ ഈ സാധാരണക്കാരായ മനുഷ്യർക്കൊക്കെ ഇത്രമേൽ മാറ്റങ്ങൾ വരിക, സമ്മർദ്ദങ്ങൾ വരിക, അല്ലെങ്കിൽ അവർ ആ സമ്മർദ്ദം കാരണം അത് മുഴുവനും ജനങ്ങളുടെ മുകളിലോ വീട്ടുകാരുടെ മുകളിലൊക്കെ ഒഴുക്കി തീർക്കുക. ഇപ്പം ഒരു പോലീസുകാരൻ മിക്കവാറും സ്വന്തം വീട്ടിൽ നിന്നായിരിക്കില്ല ജോലിക്ക് പോകുന്നുണ്ടാവുക. ഉറപ്പായും ക്വാർട്ടേഴ്സ് ചെയ്തും, അത് ക്വാർട്ടേഴ്സിൻ്റെ സൗകര്യം നമുക്കറിയാം. ഫാമിലി ഇല്ലാത്ത ക്വാർട്ടേഴ്സുകളുടെ സൗകര്യം, ക്വാർട്ടേഴ്സ് ഇല്ല അവർക്ക്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അവർ അനുഭവിക്കുന്നത്. അവർ സാലറി ഭയങ്കര മോശമാണ്. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസിനെ മൊത്തം മാറ്റേണ്ട അവസ്ഥ നമുക്കുണ്ട്. ഇപ്പോൾ നേരത്തെ സാർ സൂചിപ്പിച്ചു ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചൊക്കെ. ഇതൊക്കെ മാറ്റേണ്ട സമയമായി എന്ന് പലതവണ ഇപ്പോൾ പള്ളിമട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, കേസിൽ വന്നിട്ടുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് ഈ കേരളത്തിലെ ഗവൺമെൻറ് ആദ്യം തന്നെ വന്ന് KP ആക്ട് ഉണ്ടാക്കാനും, അപ്പോൾ നമ്മൾ മിടുക്കർ KP ആക്ട് ഉണ്ടാക്കി, ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആക്ട് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന പോലെ ആദ്യം പ്രബുദ്ധരായി നമ്മളെല്ലാം ഉണ്ടാക്കും. പക്ഷെ ഭയങ്കര മിടുക്കുക. യഥാർത്ഥത്തിൽ എന്താണോ സുപ്രീം കോടതി പറഞ്ഞത് അതിനെ ഒന്നും ഫോളോ ചെയ്യാതെ എങ്ങനെയാണ് ഭരണപക്ഷത്തിനോ അല്ലെങ്കിൽ ഭരണത്തിനോ ഉതകുന്ന രീതിയിലുള്ള നിയമം ഉണ്ടാക്കുള്ളവർ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം കേരള പോലീസ് ആക്ടിൻ്റെ അകത്ത് പോലീസുകാർക്കെതിരെ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള ഒരു വകുപ്പുണ്ട്. അതെ, അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഈ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി വർക്ക് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ഇതിലെ മെമ്പേഴ്സ് എന്ന് കൃത്യമായി ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്. അതില്ലല്ലോ. അതില്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. അതിന് പുറത്തുനിന്നൊരാൾ കേരള പോലീസിനെതിരെയുള്ള പരാതി സ്വീകരിക്കുന്ന പോലീസ് കംപ്ലയിൻറ്റ് സെല്ലിൽ ഒരു പോലീസ് അല്ലാത്ത ഒരു പബ്ലിക് സ്പിരിറ്റഡ് പേഴ്സണോ അല്ലെങ്കിൽ ഒരു NGO ആളോ അതല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റോ ഉണ്ടാവണമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലയിൽ കയറുന്നില്ല. വേണമെങ്കിൽ അവരെ പൊളിറ്റീഷ്യൻസിനെ വേണമെങ്കിൽ അവർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കും ഈ ഒരു പേര് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് പോലീസ് ആക്ട് ഉണ്ടാക്കിയത് പോലും. അപ്പോൾ ഉണ്ടാക്കിയ പോലീസ് ആക്ടിൽ മായം ചേർത്ത് ഉണ്ടാക്കിക്കുകയാണ്, ഗൈഡ് ലൈൻ പാലിക്കാതെ. അങ്ങനെ ഇനി ആ ആക്ടിലുള്ള മുഴുവൻ കാര്യങ്ങൾ പാലിക്കുന്നുണ്ടോ? അതുമില്ല. നമുക്കറിയാലോ അക്കാഡമിയിൽ പഠിപ്പിക്കുന്നതിനൊക്കെ ലിമിറ്റ് ഉണ്ട്, വളരെ കുറവാണ്. സ്വന്തം അവകാശങ്ങൾ അറിയുന്നില്ല, ഇവർക്ക് യൂണിയൻ ഉണ്ടാക്കാൻ സാധിക്കില്ല, അങ്ങനെ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് കപ്പാസിറ്റി കിട്ടുന്നില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിലും രാഷ്ട്രീയ പ്രേരിതമാണ്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. എന്നാൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ പോലീസിലുണ്ട്. പണ്ട് എൻ്റെ നാട്ടിൽ ഒരു പോലീസുകാരനാണെങ്കിൽ ഇപ്പോൾ ഒരു 15 പേരെങ്കിലും പോലീസുകാരാണ് എന്ന രീതിയിൽ നമുക്കുണ്ട്. പക്ഷേ ആ ടാബു മാറി പുതിയ കുട്ടികൾ ജോലിക്ക് വരുമ്പോൾ അവർക്ക് അതിനുള്ള സംവിധാനങ്ങളില്ലാതെ അവരെ പഴയ ആ പോലീസിൻ്റെ സംഗതി വെച്ചിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരും ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിൻ്റെ ഭാഗമാവുകയും അതിനോടൊപ്പം പോവുകയും കറക്റ്റഡ് ആവുകയും എല്ലാവിധ ചീത്ത കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം. ചീത്ത എന്ന് ഞാൻ പറയുന്നതല്ല, എന്നാലും ഡാർക്ക് സൈഡ് കിട്ടുന്ന ഒരാൾക്കാരാണ്. ഒരിക്കലും ഒരു എക്സ്പോഷർ ഒന്നും കിട്ടാത്ത ആൾക്കാർ. വീട്ടിൽ 7 മണിയായിട്ട് വന്നില്ലെങ്കിൽ അച്ഛൻ്റെയും ചീത്ത വെക്കുന്ന, ഒരിക്കലും ഫുട്ബോൾ കളിക്കാത്ത ആൾക്കാരൊക്കെയാണ് പിന്നീട് പോലീസ് ആവാൻ വേണ്ടിയൊക്കെ പോകുന്ന കുറേ ആൾക്കാർ. അല്ലാണ്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ വളരെ കൃത്യമായി തന്നെ ബോഡി ഫിറ്റിങ്സ് അങ്ങനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരൊന്നുമല്ല. എന്നിട്ട് അവരവിടെ ചെല്ലുമ്പോൾ എന്താ കാണുന്നത്? ഇവർ അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ അവർ ഹീറോ ആണ്. അവിടെ നാട്ടിലൊരു പേടിച്ചിരുന്നത് തന്നെ നാളെ പോലീസാകുന്നു, അവനവിടെ ഹീറോ ആകുന്നു, അവന് പോലീസിൻ്റെ യൂണിഫോം ഉണ്ട് എന്നുള്ള. അപ്പോൾ സാധാരണ മനുഷ്യന് പവർ കിട്ടുമ്പോൾ തന്നെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി എന്ന് പറയുന്ന പോലെ കറപ്ഷനിലേക്കും അധികാരം നയിക്കും. അങ്ങനെ ഒരുപാട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. തീർച്ചയായും പോലീസിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് തന്നെയാണ് നമ്മുടെ ചർച്ച. കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ചുള്ള മാറ്റങ്ങളെക്കുറിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ട് മാറ്റങ്ങൾ വരുത്താമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ശ്രീ ഉമേഷിലേക്ക് വരികയാണെങ്കിൽ, ആത്മഹത്യകൾ ഒരുപാട് പെരുകുമ്പോൾ ഈ പോലീസിനുള്ളിലെ മേലുദ്യോഗസ്ഥരുടെ പീഡനം ഒരുപാട് മേഖലയിൽ കാണുന്നുണ്ട്. പല ആത്മഹത്യകളും ആ രീതിയിൽ തന്നെയാണ്, പലതും ആ രീതിയിലല്ല പുറത്തു വരുന്നതെന്ന് മാത്രം.
പക്ഷേ എന്നിരുന്നാലും പ്രതികരിക്കാൻ കഴിയില്ല. വലിയൊരു കോമഡിയാണ് പോലീസിലെ അച്ചടക്കം. നേരത്തെ വക്കീൽ പറഞ്ഞ പോലെ യൂണിയൻ ഉണ്ടാക്കാൻ കഴിയില്ല. ഇങ്ങനെ അച്ചടക്കം ഉള്ളിൽ പേറിക്കൊണ്ട് ഒന്നും പുറത്തു പറയാനാകാതെ ഒരു പരസ്പരം രണ്ട് പോലീസുകാർ പോലും തമ്മിൽ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാകാതെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലിട്ടതിന് ഒരിക്കൽ അതിൻ്റെ പേരിലുണ്ടായിരുന്നു സസ്പെൻഷൻ. ശരിയല്ല, ഈ ഒരു മേലുദ്യോഗസ്ഥരുടെ പീഡനം അത് പോലീസ് സേനയ്ക്കുള്ളിൽ ധാരാളം കേൾക്കുന്നുണ്ട്. അതിപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് ആഷ പറഞ്ഞ പോലെ പോലീസുകാർ ഒരു അധികാരത്തിൻ്റെ എന്നുള്ളൊരു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പോലീസുകാർ മുഴുവൻ ഒരു ഭയമാണ് പോലീസിൻ്റെ ഒരു അടിസ്ഥാന വികാരം. ഒന്ന് മേലുദ്യോഗസ്ഥരെ ഭയം, പിന്നെ ജനങ്ങളെ ഭയം, മീഡിയ ഭയം. എന്ത് ചെയ്താലും നമുക്കൊരു പണി കിട്ടുന്നുള്ളൊരു തോന്നൽ എല്ലാ പോലീസുകാരുടെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിക്കും ബാധിക്കുന്നത് പോലീസിങ്ങിനെ കൂടിയാണ്. ഒരു നിഷ്ക്രിയത്വം വരും. നമ്മൾ ഒന്നും ചെയ്യാണ്ട് ഒന്നും തൊടാണ്ട് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി നമ്മുടെ ശമ്പളം ഉണ്ടാവും, നമ്മളെ ഇൻക്രിമെൻറ്റിനെ ബാധിക്കില്ല, അങ്ങനെ പോകും. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പണി തീർത്ത് പോകാമെന്നുള്ളൊരു ചിന്തയിലേക്ക് പോലീസുകാരെ നയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു പോലീസ് സംവിധാനം ഉള്ളത്. ആത്മഹത്യയിലേക്ക് നയിക്കുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ ഈ പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാവുകയോ, ഒരുപാട് സർക്കുലറുകൾ ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പോൾ 45/15 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്കുലറാണ് ഇപ്പോഴും എനിക്ക് 10-20 അച്ചടക്ക നടപടികളുണ്ട്. അതിൽ മുഴുവനും ഈ ഒരു സർക്കുലർ ബേസ് ചെയ്തിട്ടാന്ന് തന്നെ പറയാം ഏകദേശം. അത് സെൻകുമാർ സാറ് 2015 ഇറക്കിയതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നിബന്ധന പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ധരിച്ചിട്ടുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുതെന്ന്. അതിന് നടപടി എടുക്കുകയാണെങ്കിൽ കേരള പോലീസിൽ ആളുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഒരു 10-15 പേര് ഉണ്ടെങ്കിലും ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ യൂണിഫോം ഇട്ട് ഫോട്ടോ ഇടാത്ത. പക്ഷേ ഇതുവരെ ആർക്കെതിരെ അതിന് നടപടി എടുത്തിട്ടില്ല. പക്ഷേ അതിൽ 6ാമത്തെയാണ് സ്ത്രീകളെയോ കുട്ടികളെയോ അപമാനിക്കരുതെന്ന് സ്വാഭാവികമായിട്ടൊരു ക്ലോസ് ഉണ്ടാവുമല്ലോ. അതിൻ്റെ കൂടെ ഉദ്യോഗസ്ഥരെയോ മറ്റു വ്യക്തികളെയോ അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്റുകൾ ഇടരുത് എന്ന്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഈ ഉദ്യോഗസ്ഥരെ അപമാനിക്കുകയാണ് എന്ന് പറയാം. ഇപ്പം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പലപ്പോഴും പോലീസിനെ ബാധിക്കുന്ന നമ്മളിപ്പോൾ കീടങ്ങൾ എന്നൊക്കെ പറയാവുന്ന പോലെ അല്ലെങ്കിൽ വിഷബാധ എന്നൊക്കെ പറയാവുന്ന പോലെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെ. പക്ഷെ അത് മൊത്തത്തിൽ ഉടനെ അടിച്ചു വരുന്നതെന്ന് വെച്ചാൽ താങ്കൾ പോലീസ് സേനയുടെ അന്തസ്സിനെ അപമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് താങ്കൾക്ക് എതിരെ അച്ചടക്ക നടപടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഗുണ്ടാബന്ധത്തെ ചൂണ്ടിക്കാണിച്ചാലും കൈക്കൂലി ചൂണ്ടിക്കാണിച്ചാലും എന്ത് കാണിച്ചാലും നമ്മളിപ്പോൾ ഒരു കസ്റ്റഡി ഡെത്ത് അതിന് നമ്മൾ പ്രതികരിച്ചാലും എന്ത് ചെയ്താലും അത് പോലീസ് സേനയ്ക്കെതിരെ എന്നുള്ള വ്യാഖ്യാനമാണ് വരുന്നത്. എന്നാൽ ഇത് പോലീസ് സേനയ്ക്കെതിരെ അല്ല, ഈ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് എന്ന് മുകളിൽ നിന്നാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അവിടെ അപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ ട്രോളുകളിലായാലും സിനിമയിലൊക്കെ പറയുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും താഴെക്കിടയിലുള്ള 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു SI വരെയുള്ളവരെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം അടങ്ങും. അപ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ളവരെ സസ്പെൻഡ് ചെയ്യുക, അവർക്കെതിരെ നടപടി എടുത്തിട്ട് പ്രശ്നങ്ങൾ ഒതുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പോലീസുകാർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നത് വളരെ കുറച്ച് പേരാണ്. 50,000 പോലീസുകാരുണ്ടെങ്കിലും അതിൽ 20,000 പേരെ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നുള്ളൂ. അവരാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ആൾക്കാർ. സർവീസ് കയറിയിട്ട് റിട്ടയർ ആകുന്നത് വരെ ഒരു പോലീസ് സ്റ്റേഷനിലും ജോലി ചെയ്യേണ്ടി വരാത്ത ആൾക്കാർ പോലീസിലുണ്ട്. ലോക്കൽ പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ അംഗസംഖ്യ കാണിക്കുന്നത് ഏതെങ്കിലും സ്റ്റേഷനിലായിരിക്കും, കൺട്രോൾ റൂമിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇവരുടെ ശമ്പളം വാങ്ങുന്ന ഈ സ്റ്റേഷൻ ഏതാണെന്ന് ഇവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പേര് ജോലി ചെയ്ത് പോകുന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ എടുക്കുന്ന ചുളുവിൻ്റെ ഇരട്ടി പണിയെടുക്കേണ്ടി വരുന്നത് സ്റ്റേഷനിലുള്ള പോലീസുകാരാണ്. അവർക്കാണ് ഈ ശിക്ഷ കിട്ടുന്നതും ഈ പണി കിട്ടുന്നതും. അവരാണ് ഈ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. അല്ല, ഇതിനുള്ളൊരു കലങ്ങിത്തെളിയൽ അനിവാര്യമായി മാറിയിരിക്കുകയാണ്. അങ്ങ് SP ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ താങ്കൾ സഹപ്രവർത്തകരോട് പെരുമാറിയ രീതിയൊക്കെ നേരത്തെയും ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ രീതി മാറി വൈരാഗ്യത്തോടു കൂടി കീഴിലുള്ള ജീവനക്കാരെ കാണുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. എന്നാൽ ഇതൊന്നും പുറത്തു പറയാനും സാധിക്കില്ല. ഇത് പോലീസിൻ്റെ പ്രശ്നങ്ങൾ സമൂഹം മനസ്സിലാക്കുന്നത് ഒരു ശരിയായ രീതിയിലല്ല, അതിൻ്റെ ഒരു ആഴത്തിലല്ല. പോലീസിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് യോഗ ചെയ്തിട്ടോ കൗൺസിലിംഗ് ചെയ്തിട്ടോ അവരുടെ മാനസിക സമ്മർദ്ദമൊന്നും മാറ്റാൻ കഴിയില്ല. അതൊരു വളരെ വ്യത്യസ്തമായൊരു ലോകമാണ്. അപ്പോൾ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പെർഫോമകളാണ്. ഇത് എത്ര സമൂഹത്തിനറിയാം? അതായത് ഇപ്പോൾ ഒരു അതിഥി തൊഴിലാളി ഒരു കൊച്ചുകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി ഒരു മെസ്സേജ് വരും, COB മെസ്സേജ് വരും. എല്ലാ സ്റ്റേഷനുകളിലും ലിമിറ്റിലുള്ള എല്ലാ അതിഥി തൊഴിലാളികളുടെയും ഡീറ്റെയിൽസ് എടുക്കുക. 45 കോളുണ്ടാവും. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. അപ്പോൾ കുറേ ദിവസം പോലീസുകാരുടെ പണി ഇത് പോലീസ് തന്നെ എടുക്കണമെന്നില്ല. ഇവിടെ സാമൂഹ്യക്ഷേമ വകുപ്പുണ്ട്, ഒരുപാട് NGOs ഉണ്ട്, ആർക്ക് വേണ്ടി എടുക്കാവുന്നതാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. തൊഴിൽ വകുപ്പുണ്ട്, ഇതൊക്കെ പോലീസിൻ്റെ അടുത്താണ്. ഒരിക്കൽ റോഡിലെ കുഴികളുടെ എണ്ണം എടുക്കാൻ പറഞ്ഞു. കുഴികളുടെ എണ്ണം, പാമ്പ് കടിച്ചിട്ട് ഒരു കുട്ടി സ്കൂളിൽ മരിച്ചപ്പോൾ എത്ര സ്കൂളുകളിൽ കളിയാക്കി പറഞ്ഞാണെങ്കിലും എത്ര ഹോളുകളുണ്ട് കണക്കെടുക്കാൻ. കണക്കെടുപ്പാണ്. ഈ കണക്കെടുത്തിട്ട്
കാരണം ഈ കാലത്ത് തന്നെ ഞാൻ പല ഇതുകളും പറയുന്നതാണ് ഈ സാട്ട പ്രോഗ്രാം, ഈ വയർലെസ് കൂടെ കാലത്ത് വിളിച്ചിട്ട് ജില്ലാ പോലീസ് മേധാവി വിളിച്ചിട്ട് ഈ CI DSP റാങ്കിലുള്ളവരോട് ഒരു ഡീറ്റെയിൽസ് ചോദിക്കുന്നതല്ല, അത് മുഴുവൻ പെർഫോം ചെയ്യാണ്. പെറ്റി കേസിൻ്റെ എണ്ണം, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഗുണ്ടകൾ, അപ്പോൾ ഒരു ഗുണ്ടയുടെ ആക്രമണം ഉണ്ടായി, അപ്പോൾ ഗുണ്ടകൾക്കെതിരെ എന്ത് നടപടി എടുത്തു? ഇത് ഞാനൊരു മീഡിയയിൽ പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും ഞാൻ പറയുകയാണ്. അവർ പേരിലെടുക്കുന്ന നടപടി കരുതൽ തടങ്കൽ വെച്ച് അവർ അറസ്റ്റ് ചെയ്തു. ഇതിനാണ് മലയാളീകരണം വരിക, പ്രിവെൻറ്റീവ് അറസ്റ്റ്. 151 CRPC ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പിടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പണ്ട് ഈ ബന്ധിൻ്റെയൊക്കെ തലേദിവസം നമ്മൾ കൊണ്ടുവന്നിട്ട് പിറ്റേ ഉച്ചയപ്പോൾ പറഞ്ഞു വിടും. അതിൽ കോടതിയിൽ കേസില്ല, ഒന്നുമില്ല, ജാമ്യം ഒന്നും വേണ്ട. നിയമത്തിൽ തന്നെ പറയുന്നത് വിതിൻ 24 hours, 24 മണിക്കൂറിൽ അവരെ പറഞ്ഞു വിടണം. ഇതാണ് ഈ ഗുണ്ടകളെ കൊണ്ടുവച്ചിട്ട് ഇതാണ് മേലുദ്യോഗസ്ഥർ വാസ്തവത്തിൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. മയക്കുമരുന്ന് പിടിക്കാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് കേരള പോലീസിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു കോമ്പിറ്റൻസി അനുസരിച്ച് നല്ല കേസുകളൊന്നും പിടിക്കാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് 27 of NDPS ആക്ട്, പുക ഊതി വിടുന്നത് കണ്ട് പലപ്പോഴും ചിലപ്പോൾ വീഡിയോ വലിച്ചു വിടുന്നതായിരിക്കും. എന്നാലും എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് മയക്കുമരുന്നിൽ ഒരു കേസ് 27 വെച്ചിട്ട് എന്ത് വകുപ്പാന്നുള്ളതല്ല, ഇവിടുന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് DGPക്ക് പോകുമ്പോൾ ഈ ജില്ലയിൽ ഇത്ര മയക്കുമരുന്നിനായിട്ട് നടപടിയെടുത്തു, ഗുണ്ടകൾക്കെതിരായിട്ടുള്ള നടപടിയെടുത്തു. ജനങ്ങൾക്ക് എന്ത് കാര്യം? ഇത്രയാണ് എൻ്റെ ചോദ്യം. ഈ വക ഇതിലെടുത്തിട്ട് ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കലാണ്. പോലീസുകാരൻ്റെ പ്രശ്നങ്ങൾ അപ്പോഴും അവിടെ ബേസിക്കായിട്ട് സോൾവ് ചെയ്യാണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൽ മാറ്റം പറഞ്ഞു. ഈ പെർഫോമുകൾ ഇപ്പോൾ മന്ത്ലി കോൺഫറൻസ് 1-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഈ DSP DSPക്ക് കോൺഫറൻസുകളുണ്ടാവും. അതിലും ഈ റിവ്യൂ എന്ത് ഈ 30 കൊല്ലം മുമ്പ് ഞാൻ സർവീസിലുണ്ടായിരുന്ന അതേ പെർഫോം ചെയ്യാനാണ് ഇപ്പോഴും ഇത് ചെയ്യുന്നത്. അത് ചോദിക്കുന്ന രീതികളും വളരെ മോശമായിട്ട്, ഒരു രണ്ടുപേരും പോലീസാണ്, ഉയർന്ന ഉദ്യോഗസ്ഥൻ കീഴിലുള്ളവരോട് സംസാരിക്കുന്ന രീതികൾ പോലും ഒരു ഏകാധിപത്യ പ്രവണതയോട് കൂടിയാണ് പലരും പറയുന്നത്. അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കുറച്ച് വർഷം മുമ്പ് സർവീസിൽ വന്നതാണ്. അവിടെയൊക്കെ പണ്ട് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആരെങ്കിലും ഒരു കീഴുദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അപാകതയോ തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്കൊരു മെമ്മോ കൊടുക്കുന്നു, ഒരു കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നു, അത് അവിടെ കൊണ്ട് തീരും. പക്ഷെ അവർക്കെതിരായിട്ട് വേറെ ആരെങ്കിലും ഒരു അറ്റാക്ക് രീതി വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടാണ്, പുറമെയുള്ള ആരെയും പറ്റും. ഇപ്പോൾ എന്ത് ജോലി ചെയ്താലും കുറ്റം, ജോലി ചെയ്തില്ലെങ്കിലും കുറ്റം, നിൽക്കണോ പോണോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കോടതി ചെന്നപ്പോൾ ഈ അടുത്തുള്ളൊരു സ്റ്റേഷനിലെ ഒരു സീനിയർ CPO പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ കുന്നംകുളം ഭാഗത്തുള്ള പോലത്തുള്ള പൂരത്തിനൊക്കെ ഡ്യൂട്ടിക്ക് ചെന്ന് നിൽക്കുമ്പോൾ തല്ലുകൊള്ളാണ്ട് തിരിച്ച് എങ്ങനെ സ്റ്റേഷനിലേക്ക് വരാൻ പറ്റുന്നതിനെ കുറിച്ച് മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരം അരക്ഷിതാവസ്ഥ. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സർക്കാർ നയത്തിൻ്റെ അല്ല, ഈ കുറേ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. ഈ സിസ്റ്റമാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരുപാട്. ഈ നേരത്തെ പറഞ്ഞ ഇതുകൾ തന്നെ ആലോചിക്കാം. ഈ വെൽഫെയർ ബോർഡും ഇതൊക്കെ രൂപീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സംവിധാനം പോലീസുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അതിലൊക്കെ പറയേണ്ട ഒരു സുരക്ഷാ കമ്മീഷനിൽ പറയേണ്ട ഓരോ ജില്ലയിലും ഒരു DYSPനെ നിയോഗിക്കണം. ഈ ഇൻസ്പെക്ടർ റാങ്ക് തൊട്ട് താഴെയുള്ള പോലീസുകാരുടെ പരാതികൾ കേൾക്കണം, അതിൻ്റെ കൺസോളിഡേറ്റ് ചെയ്ത് മേലേക്ക് അയക്കണം. എവിടെയെങ്കിലും ഇപ്പോൾ ഡ്യൂട്ടിക്കിടയിൽ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി 10 പൈസ ഇല്ല, സർക്കാർ കൊടുക്കില്ല, ലോൺ കൊടുക്കും വേണമെങ്കിൽ 10 പൈസ ഇന്നതാണെന്ന് പറഞ്ഞ് ഈ കൊടുക്കുന്ന ഒരു സംവിധാനം ഇല്ല കേരള പോലീസിൽ. പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഒരു ക്രിമിനലിലേക്ക് ഓടിച്ചിട്ട് പിടിച്ച് അവൻ്റെ ജീവൻ പോലും പണയം വെച്ച് പോകുന്നത്? അപ്പോൾ അതിലൊക്കെയാണ് മാറ്റം വരുന്നത്. ഇതൊക്കെ ഈ വെൽഫെയർ ബ്യൂറോയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഡ്യൂട്ടിയിലിടയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കണം, അയാളെ ആശ്രിതരായിട്ടുള്ള ആളുകൾക്ക് പിന്നെ എന്താ പറയുക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ദേ ഷുഡ് ബി ഫീൽ ദെയർ. അങ്ങനെ ഒരു വെരി കോമ്പിറ്റൻ്റ് ഓഫീസേഴ്സ് അവർ ജോലിയെക്കുറിച്ച് തൊഴിലിനെ തൊഴുക എന്ന് പറയും. അവരുടെ ജോലിയെക്കുറിച്ച് പോലീസുകാർക്ക് അഭിമാനം തോന്നുന്ന ഒരു സമയം വന്നാലേ ഈ പോലീസ്, കാരണം അവർക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോൾ അവരെങ്ങനെയാണ് ഈ മറ്റു ആളുകളുടെ പ്രശ്നങ്ങൾ തീർക്കുക? അവർ തന്നെ ഇരകളാകുകയാണ്, പോലീസ് തന്നെ ഇരകളാകും. പിന്നെ ആളുകൾ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ അവരെങ്ങനെ ഒരു പേഷ്യൻ്റ് ഹിയറിംഗ് കൊടുക്കാൻ പറ്റും? അവർ പലപ്പോഴും ഷോർട്ട് ടെമ്പേർഡ് ആവും, ജനങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് പോലീസിൻ്റെ പ്രശ്നം ഒരിക്കലും പോലീസുകാരുടെ പ്രശ്നം മാത്രമല്ല, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവർക്കൊക്കെയാണ് പോലീസിൻ്റെ ഇത് ആവശ്യം, അവർക്കാണ് നീതി നിഷേധിക്കപ്പെടുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് ടേക്കപ്പ് ചെയ്യേണ്ട ഒരു സമയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ വക്കീൽ പറയുകയുണ്ടായി, ഇപ്പോഴും കുട്ടികളെ ഭക്ഷണം കഴിക്കാനായി പേടിപ്പിക്കാൻ പോലീസ് വരുന്നു എന്നൊരു രീതി. ആ പോലീസിനെ മാറ്റം വരുത്തി പോലീസ് ജനകീയ പോലീസായി, ജനമൈത്രി പോലീസായി എന്നൊക്കെ പറയുമ്പോഴും പോലീസിനെപ്പോഴും ആളുകൾക്ക് പലപ്പോഴും ഭീതിയാണ്. പോലീസ് ഇവരോട് പെരുമാറുന്ന രീതിയിൽ ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇവർക്കുണ്ടാകുന്ന സമ്മർദ്ദം, ഈ മാനസിക സമ്മർദ്ദം തന്നെയാവും ജനങ്ങൾക്കരിയിലേക്കും പ്രയോഗിക്കുന്നുണ്ടാവുക. ഇവർ തന്നെ സമ്മർദ്ദത്തിലാണ്. എങ്ങനെയാണ് മാറ്റം വരിക ഇവരുടെ ഒരു ക്യാരക്ടറിൽ അങ്ങനെയാവുമ്പോൾ? ഒന്നാമത് തന്നെ പോലീസുകാരെ ഒരു പരീക്ഷ ഇപ്പോൾ എഴുതി
ഒരു ഡിഗ്രി ഉള്ള ആളാണ് ഒരു SI ആവണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കോൺസ്റ്റബിൾ ആണെങ്കിൽ PCU ആണെങ്കിൽ അല്ല സിവിൽ പ്രീ ഡിഗ്രിയാണ് വേണ്ടത്, CPO ആണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ പ്രീ ഡിഗ്രി. അപ്പോൾ +2 പഠിച്ച ഒരാൾ +2 പഠിച്ച് 18 വയസ്സ് കഴിഞ്ഞിട്ട് ആൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് 20 വയസ്സോ ഒക്കെ ആയിട്ടുള്ള കുട്ടികളായിരിക്കും വരുന്നുണ്ടാവുക, ഡിഗ്രി ചെയ്തിട്ടൊക്കെ പലരും വരുന്നുണ്ടാവുക, അല്ലാത്തവരുണ്ടാവും. ഇവർക്ക് എന്തറിയാം പോലീസിനെ കുറിച്ച്? സിലബസിലില്ല, നിയമത്തെക്കുറിച്ചില്ല, ജീവിതത്തിൽ പോലീസിനെ ചിലപ്പോൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അഥവാ ഉണ്ടെങ്കിൽ സിനിമയിൽ നിന്നൊക്കെ കിട്ടുന്ന തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഇവർ പോലീസിലേക്ക് വരികയാണ്. ഇവർ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ട്രെയിനിങ് നടക്കുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് എന്താ കൊടുക്കുന്നത്? കുറേ ഫിസിക്കൽ ട്രെയിനിങ്. അത് കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വന്നിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ എന്നെപ്പോലെയുള്ള ആൾക്കാരൊക്കെ വന്ന് ക്ലാസ് എടുക്കുകയാണ്. ഈ ക്ലാസ് എടുക്കുമ്പോൾ പകുതി എണ്ണം ഉറങ്ങുന്നുണ്ടാവും. ഈ CRPC, IPC എന്നൊക്കെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് കൊടുക്കും. അതൊന്നും മനസ്സിലായിട്ടൊന്നുമല്ല അവർ പരീക്ഷ എഴുതുന്നതൊന്നും. അതിൽ 1-2 കഥകൾ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ കേസ് ലോസ് ഒക്കെ കഥകളായിട്ട് പറയുമ്പോൾ അതെങ്ങനെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവുമായിരിക്കും. എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് പരീക്ഷ എഴുതിയവർ കടന്നു പോകുന്നു. പിന്നെ സ്റ്റേഷനിലേക്ക് എത്തണമെങ്കിൽ ഇവിടുന്ന് കുറച്ച് സമയമൊക്കെ എടുക്കും. നേരെ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് അപ്പോയിൻമെൻ്റ് ഇല്ലല്ലോ അത്. പിന്നെ ഇവർ ഈ പാറാവിൽ അല്ല മറ്റേ എന്താ പറയുക ജയിലിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരൽ ഇങ്ങനത്തെ എക്സ്ട്രാ ഡ്യൂട്ടീസ്, അങ്ങനെ ഇവരുടെ ഈ ഡ്യൂട്ടി നമ്മൾ എവിടെയാണ് ഈ പോലീസിങ്ങിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് മുഴുവൻ വല്ല സെക്യൂരിറ്റി ജീവനക്കാർക്കുള്ള പണിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ പോലീസിംഗ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന്, ജീവൻ്റെയും സ്വത്തിൻ്റെയും സംരക്ഷണം നൽകുക എന്നുള്ള ആ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ. 2, ക്രൈം നടന്നതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ വിങ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വിങ് തന്നെ വരണം. അതിന് പറ്റിയിട്ടുള്ള വിദ്യാഭ്യാസം ചെയ്ത ആൾക്കാർ വേണ്ടി വരും. ഇപ്പോൾ ഞാൻ പറയാം, ഒരു സൈബർ പോലീസിനെ എടുക്കാൻ നിൽക്കും. സൈബർ പോലീസ് എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സൈബർ വിഷയത്തിൽ, അതായത് എൻജിനീയറിങ്ങിൻ്റെ കമ്പ്യൂട്ടർ എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ IT പഠിച്ച ഒരാൾ അഭികാമ്യം എന്ന് വെക്കുന്ന പോലും ഇല്ല. ഇതിലുള്ള ആരെങ്കിലുമൊക്കെ പോലീസുകാരൊക്കെ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരാണ് വർക്ക് ചെയ്യണത്. എന്നിട്ടാണ് നമ്മൾ ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കണമെന്ന് കൂടി ആലോചിക്കണം, മിനിമത്തിൽ നിന്നിട്ട്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു ബേസുള്ള ആൾക്കാർ എടുക്കുന്നില്ല. അഥവാ എടുക്കുന്ന ആൾക്കാർക്ക് ആ രീതിയിലുള്ള ഒരു നിലവാരത്തിലുള്ള സംഗതി കൊടുക്കുന്നത്. ഈ ഫിസിക്കൽ സാധനങ്ങൾക്കല്ല കൂടുതൽ കൊടുക്കേണ്ടത്, അല്ലാതെയും ക്രൈമുകൾ ധാരാളം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസിൻ്റെ ഒരുപാട് പണികളിൽ നാട്ടുകാരുടെ മേൽ തല്ലലും ഇടിക്കലൊന്നുമല്ല ആവശ്യം. ഇപ്പോൾ ഓടിച്ചിട്ട് പിടിക്കണ കാര്യമൊക്കെ പറഞ്ഞു, അത് വേറൊരു രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പം അങ്ങനത്തെ പല വിഷയങ്ങളുണ്ട്. അല്ലാണ്ട് ഈ പ്രഷറും ഈ ഷുഗറും ഈ വയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പോലീസുകാരെ ആരെ പിന്നാലെ ഓടാനാ? ഇനി അയാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ അയാളുടെ കുടുംബം പോയി എന്നല്ലാതെ തിരിച്ചെന്ത് കിട്ടുന്നു? അപ്പോൾ ഇവർക്കൊക്കെ ആ രീതിയിൽ ഞാൻ അവിടേക്ക് പോകണം, ഞാനത് ക്യാച്ച് ചെയ്യേണ്ടതുണ്ട്, ആ കള്ളനെ പിടിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിക്രമിയെ ഒഴിച്ച് പിടിക്കേണ്ടതുണ്ട്. ഇനി സമൂഹത്തിനൊരു ഉത്തരവാദിത്തമുണ്ട്. ഇത് ഒരാൾ ഓടുന്നു, പോലീസ് പിന്നാലെ ഓടുന്നു, നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു, നമുക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ പോലീസിനെ ഹെൽപ്പ് ചെയ്യണം, അത് നമുക്കും തോന്നില്ല. ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും പറ്റിയാൽ അത് അവൻ വന്ന് പിടിച്ചിട്ടാ അല്ലെങ്കിൽ ഇടിച്ചിട്ടാന്ന് പറയുന്ന സാധനം വരും. അപ്പോൾ ഇങ്ങനെ അതിനെ പറയാം, പോലീസും ജനങ്ങളും തമ്മിലുള്ള ഒരു സംഗതി വളരെ അത്യാവശ്യമാണ്. പോലീസിങ് തന്നെ ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാം എങ്ങനെ അതിൻ്റെ കാലഘട്ടമാണ്. അതായത് നമ്മൾ ഓരോ വിഷയം, ഇപ്പം കണ്ണ് ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഇടത് കണ്ണിന് വേറെ ഡോക്ടർ, വലത് കണ്ണ് വേറെ ഡോക്ടർ ആവുന്ന അത്രയും സ്പെഷ്യലൈസേഷൻ്റെ കാലഘട്ടം വരുമ്പോൾ ഇപ്പോഴും പോലീസ് അവയിൽ പരുവത്തിൽ കെടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് കുറേ എടുത്ത് ഇതിൽ വയ്ക്കും, ഇതിൽ നിന്ന് കുറേ എടുത്ത് അതിൽ വയ്ക്കും. ഇപ്പോൾ ഞാൻ പറയാം, ഒരു കേസ് ഉണ്ടായില്ലേ, ശ്രീജിത്തിനെ ഇടിച്ച് പോലീസുകാർ കൊന്ന കേസ്. ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ, ആളെ തെറ്റി പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇടിച്ചു കൊന്ന കേസ്. ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ സസ്പെൻഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ എന്തുണ്ടായത്? ആ ഉദ്യോഗസ്ഥനെടുത്തിട്ട് പോലീസ് അക്കാഡമിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നു. ഒരു സ്ഥലത്തുനിന്ന് എന്താ പറയുക, സംശയവിധേയമായി നമ്മളൊരാളെ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ട് അയാളെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം. അപ്പോൾ അദ്ദേഹത്തെ ഒരു പണിയും ചെയ്യാണ്ട് വീട്ടിലിരുത്തണമെന്ന് എൻ്റെ അഭിപ്രായം. നടപടിയെടുത്തു പേര്. അപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടില്ല, അതിന് വരെ ട്രാൻസ്ഫർ ചെയ്ത് അക്കാഡമിയിൽ കൊണ്ടുപോയിടുക. ഈ അക്കാഡമിയിലാണോ നമ്മൾ ക്രൈം അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കൊണ്ടുപോയിടേണ്ട സ്ഥലം? ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു 4 മാസം എവിടെയെങ്കിലും കൊണ്ടുപോയി സസ്പെൻഷനിൽ വെക്കും, അല്ലെങ്കിൽ സസ്പെൻഷനിൽ എടുത്തുകയോ അതല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു വരും, പ്രശ്നങ്ങൾ ഒതുങ്ങണ സമയത്ത്. അല്ലാണ്ട് ഇതിൻ്റെ പിന്നാലെ പോവുക അങ്ങനത്തെ ഒരു കാര്യമില്ല പോലീസുകാരുടെ ഭാഗത്ത് കുറ്റം ചെയ്താൽ. അപ്പോൾ ഇവർക്ക് പോലീസുകാർ അത് ക്രൈം ഇതിൽ കുറച്ച് 10 പേരുള്ളൊരു സ്ഥലത്ത് നിന്ന് 3 പേര് ക്രൈം ചെയ്യുന്ന ആൾക്കാരായ, അല്ലെങ്കിൽ 3 പേര് അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിച്ചാൽ പറയാം, ആ 10 പേരും വലിക്കുന്നു എന്ന് നമ്മൾ പറയാം, അത് സിഗരറ്റ് വലിക്കണമെങ്കിൽ അങ്ങ് പറയാം. അതുപോലെ തന്നെയാണ് പോലീസ് ലൈൻ്റെ ഉള്ളിൽ ക്രൈം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്രൈം ചെയ്യുന്ന കൂട്ടിലാണ് നിൽക്കുക. പിന്നെ ഒരിക്കലും പോലീസുകാരനെതിരെ എവിഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ക്രൈമിനെ കുറിച്ച് നമ്മളോട് പറയുക ഒന്നൊരിക്കില്ല. ഒരു മനുഷ്യൻ അവിടെ മരിക്കുന്നു, ഏതെങ്കിലും പോലീസുകാർ ഇവിടെ വെച്ചിട്ടൊരു പോലീസ് പീഡനം നടന്നിട്ടാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് പോലീസിന് എഗെയിൻസ്റ്റായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു മൊഴി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ മെഡിക്കൽ കോളേജിൽ ഒരു സംഭവം ഉണ്ടായി നിൽക്കും, ഡോക്ടറിൻ്റെ നെഗ്ലിജൻസ്, ചിലപ്പോൾ ഒരാൾ വന്ന് സത്യം പറയാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ ഒരു മനുഷ്യനെങ്കിലും ഉണ്ടാവും ആ മേഖലയിൽ പെട്ട ഒരാൾ
വന്ന് തുറന്നു പറയണത്, സത്യം പറയണത്, എൻ്റെ ജോലി പോയിക്കോട്ടെ, ഞാൻ നീതിക്ക് വേണ്ടി നിൽക്കുന്നു. അങ്ങനെ പോലീസ് തന്നെ കണ്ടിട്ടില്ല. അതോ കണ്ടാൽ തന്നെ ഇങ്ങനെയൊക്കെ വല്ലവരും ഉണ്ടെങ്കിൽ അവർ പുറത്തു വന്നിരിക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി മാത്രം കയറിയിട്ടുള്ള ഈ മനുഷ്യരാണ് ഇവിടെ പോയി തല്ല് വാങ്ങണ്ടെന്നും എന്താ പറയുക അമ്പലപ്പറമ്പിൽ പോയി തല്ല് വാങ്ങണ്ടെന്നും ഓടിച്ചിട്ട് കളനെ പിടിച്ചിട്ട് അവൻ അവിടെ പൊട്ടക്കിണറ്റിലോ മറ്റോ വീണ അതിൻ്റെ കുറ്റമേൽക്കണ്ടെന്നും ഒക്കെ വിചാരിക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ തൊട്ട് പുരട്ടി ഇങ്ങനെ സൈഡിൽ കൂടെ പോവുക, മാക്സിമം ലീവ് എടുക്കുക, ആ രീതിയിൽ എങ്ങനെയെങ്കിലും ആ ജോലീനെ അങ്ങനെ കാണുന്ന ആൾക്കാരാണ്. അത് ഞാൻ പറയും, ഇതിലൊരു പാഷൻ ഉണ്ടാവുകയെങ്കിൽ ആ രീതിയിലുള്ള ട്രെയിനിങ് കൊണ്ടുവരണം. ഇപ്പം എല്ലാവരും ആഗ്രഹിച്ച ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. പക്ഷെ നമ്മൾ എത്തുന്ന ജോലിയിലെത്തുമ്പോൾ ആ ജോലി നമുക്ക് തരുന്ന ചില ചലഞ്ചസ്, അത് നമുക്ക് തരുന്ന ഇൻസൈറ്റ്സ്, ആ ജോലിയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമ്മൾ ഉണ്ടാക്കുന്ന കോമ്പീറ്റൻസി, ഇതിനൊക്കെ എന്താ പറയുക ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും എലിമെൻ്റ് ആ ട്രെയിനിങ്ങിൽ ഉണ്ടാവണം, മൊഡ്യൂളിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള അതിനെ പറ്റിയിട്ടുള്ള റോൾ മോഡൽസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടാകണം, പഴയ നല്ല കഥകളുണ്ടാകണം. ഇതിവിടെ എന്താ പോലീസിൽ കയറിയാൽ എന്താ, നമുക്കന്നെ അറിയാവുന്ന പല സുഹൃത്തുക്കളുണ്ട്. ആ ജോലി വേണോ ഈ ജോലി വേണോ, ചിലപ്പോൾ അത് എന്താ പറയുക പോലീസ് എന്ന് പറയുന്നത് ഒരു SI ആകുമ്പോൾ ഒരിക്കലും എന്താ പറയുക ഗസറ്റഡ് റാങ്ക് അല്ല, CI മുതലാണ് ഗസറ്റഡ് റാങ്ക്. അപ്പോൾ ഇപ്പുറത്ത് ഗസറ്റഡ് റാങ്കിലുള്ളൊരു ജോലി കിട്ടുകയാണ്. അപ്പോൾ അയാൾ പറയുന്നത് വേണ്ട പോലീസ് മതി, അത് കുറച്ചും കൂടി അധികാരം ഉണ്ടെന്ന്. ഗസറ്റഡ് റാങ്ക് ഉണ്ട് ഉള്ള ജോലിന് വേണ്ടാന്ന് വെച്ചിട്ട് പോലീസിങ് എടുക്കുകയാണ്. കാരണം വെച്ചാൽ ഒരു അധികാരം കിട്ടും, ഷൈൻ ചെയ്യാം, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിലിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ എന്നുള്ളൊരു വലിയ മോശമായ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിൽ പവർ ഉള്ളൊരു സർക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ അടിച്ച് കൃത്യമായി ഉടച്ച് കളഞ്ഞ് പുതിയ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് കൊണ്ടുവരണം, അതിനെ ഉടച്ച് വാർത്ത് കൊണ്ടുവന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിനുവേണ്ടി ക്രൈമും ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അങ്ങനെ പുതിയ പുതിയ രീതിയിലുള്ള എല്ലാ മെത്തേഡ്സ് ഉപയോഗിച്ച് അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാത്തിലും ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡുള്ള കേരളത്തിന് ഈ കാര്യത്തിലും എത്താം. ഇത് ഒരു പോലീസുകാരനോട് എത്ര വട്ടമാണ്, 12 വട്ടം 10 വട്ടമാണ് ഒരു സർക്കുലർ ആക്കിയത് സാറിന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. കേരള പോലീസിലെ അതായത് DGPമാരുടെ ഗതികേട് ആലോചിക്കുക. നിങ്ങളുടെ മുന്നിൽ വരുന്ന മനുഷ്യരെ സാർ എന്ന് വിളിക്കണമെന്ന്, മര്യാദയോട് സംസാരിക്കണമെന്ന് കേരള പോലീസിന് നിരന്തരം ഒരേ സർക്കുലർ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ പലവട്ടം പറയുന്നുണ്ട് ജനങ്ങളോട് മാന്യമായി പെരുമാറി. ഇത് നിരന്തരം ആവർത്തിച്ച് പറയേണ്ടത്. എന്നോട് രാവിലെ സാട്ട വിളിച്ചിട്ട് പറയുന്ന ആളുടെ ഭാഷകൾ സാറ് പറയണ്ടായിരിക്കും, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഈ സാട്ടിലെ ഭാഷയൊക്കെ. ഇവരിപ്പോൾ ടൈഗറും കോബ്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ എല്ലാ കുട്ടികൾക്ക് പോലും അറിയാം ഇവരുടെ ഈ എന്താ പറയുക വാക്കുകളൊക്കെ, എന്താ പറയുക വയർലെസ് ഇപ്പോഴും അത് പിന്തുടരുന്നുണ്ട്. ടൈഗർ കോബ്രയൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈഗിൾ, ടൈഗർ, കോബ്ര, ഇത് നമുക്ക് ചിരി വരികയാണ്. അവർക്ക് വലിയ കോബ്ര സ്പീക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരെ ചെയ്യണത്. കാരണം ഇതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ, എല്ലാ കുട്ടികൾക്കും പോലും അറിയാവുന്ന കാര്യം. ഇതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുകൂടി. അതാ പറയുന്നത്. ഇപ്പോഴും ആ പഴയ സംഗതി. എന്നിട്ടോ കളവെത്ര നടന്നു, ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടക്കണ കാര്യമാണ്. കാരണം അവരുടെ സാധനങ്ങൾ ഇന്ത്യക്കാർ ലൂട്ട് ചെയ്തോ നോക്കാനാണ് അവരെ പോലീസ് ആക്ട് ഉണ്ടാക്കിയത്. അപ്പോഴും ഇപ്പോഴും ചോദിക്കുന്നത് അതൊരു പോക്കറ്റടി ഇപ്പോഴും അത് പറയുന്നുണ്ടല്ലേ, പോക്കറ്റടി എത്ര ഉണ്ടായി അങ്ങനെ ചില ഭൂരിഭാഗവും കളവാണ്. ഇപ്പോഴും അറിയേണ്ടത്, അതായത് ഇപ്പോഴും അറിയേണ്ടത് എന്താണ്, കാശുള്ളവൻ്റെ കാശ് നഷ്ടപ്പെട്ടോ എന്ന് മാത്രമാണ്. അല്ലാണ്ട് ആൾക്കാരെ ആക്രമിക്കപ്പെട്ടോ അവർക്ക് വേറെ രീതിയിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളുണ്ട് അതൊന്നല്ല. അപ്പം എന്താണ് ക്രൈം എന്നുള്ള ഇപ്പോഴത്തെ കാലത്തെ ക്രൈം എന്താണെന്നും ആദ്യകാലത്ത്, അതായത് ആ ഗവൺമെൻറ് എൻവിസേജ് ചെയ്ത ക്രൈം അതാണ്. കാരണം അന്ന് ബ്രിട്ടീഷുകാർക്ക് ക്രൈം നോക്കേണ്ട കളവാണ്. കാരണം ഇന്ത്യക്കാർ മുഴുവൻ കക്കുന്നവരാണ്. അതുകൊണ്ട് ക്രൈമാണ് അതിൻ്റെ പ്രൈം ഇമ്പോർട്ടൻസ്. ഇപ്പോഴും നമ്മൾ നോക്കണേ, ഇപ്പോൾ അതല്ലല്ലോ നോക്കണ്ടേ, നമ്മുടെ ജീവന് സ്വത്തിൽ നടക്കുന്ന മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്വത്തിൽ വളരെ കുറവാണ് ഇപ്പോൾ. സ്വത്തുള്ളവൻ്റെ കളവുകൾക്കൊക്കെ പുതിയ ടെക്നോളജി മെത്തേഡ്സൊക്കെയാണ്. അപ്പോൾ ഇവിടെ മറ്റ് അതിക്രമങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ നിസ്സാരം. ഇനി ഇതിൻ്റെ ഉള്ളിൽ സ്ത്രീകളെക്കുറിച്ച് പറയാം. വിമൺ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു തൃശ്ശൂർ ജില്ല തന്നെ എടുക്കുക, അവിടെ കോൺഫറൻസ് വന്നു, SP-യുടെ അല്ലെങ്കിൽ കമ്മീഷണറുടെ കോൺഫറൻസ്. അവിടെ വനിതാ പോലീസ് സ്റ്റേഷനിൽ SI വന്നിരിക്കുന്നുണ്ടാവും. എത്ര മിനിറ്റ് കൊടുക്കും ഒരു വനിതാ പോലീസ് സ്റ്റേഷനിലെ SIക്ക്? എത്ര മിനിറ്റ് കൊടുക്കും? ചിലപ്പോൾ മിണ്ടാനേ കൊടുക്കില്ല. ബാക്കി എല്ലാ സ്റ്റേഷനും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഉണ്ടാക്കി വെച്ച സംഭവത്തിൽ ഈ സ്ത്രീ അവിടെ വന്ന് നിന്നാൽ വെറുതെ നമ്മുടെ തീവണ്ടിയുടെ ബാക്കിലെ ബോഗിയിലൊരു വനിതാ കിടക്കണില്ലേ, എന്താ പറയുക കമ്പാർട്ട്മെൻറ്റ്, അതുപോലെ ഇങ്ങനെ വെറുതെ അറ്റാച്ച് ചെയ്ത് വെച്ചിക്കണം. ചോദിക്കുമ്പോൾ വനിതാ പോലീസ് സ്റ്റേഷനുണ്ട്. വനിതാ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഒരു എന്താ പറയുക സ്റ്റേഷൻ ചാർജുള്ളൊരു ഉദ്യോഗസ്ഥയ്ക്ക് അവിടെ FIR എഴുതാനോ ക്രൈം എടുക്കാനോ ഒക്കെ എത്രത്തോളം അവകാശം ഉണ്ടെന്നൊക്കെ നമ്മൾ കാണാറുണ്ട്.
വളരെ കുറവാണ്. അതിന് DSPയോട് എന്തോരം ചോദിക്കണം, പറയണം, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കണമെന്നൊക്കെ. ഭയങ്കര അത്തരം കാര്യങ്ങളൊക്കെ മാറേണ്ട ഒരുപാട് സമയം കഴിഞ്ഞു. ഇപ്പോഴും അത്തരം കാര്യങ്ങൾ ശ്രദ്ധയില്ല. അത് തൃശ്ശൂരിലെ പോലും എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാര്യമാണ്. റിപ്ലിക്ക മാത്രമായിട്ട് തൃശ്ശൂരിനെ പറയുന്നത്, കേരളത്തിലെ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിയാൽ കാണണം. ഇതൊക്കെ മാറേണ്ട. പലർക്കും പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഈ പൃഥ്വിരാജ് യൂണിഫോം ഇട്ടോ മമ്മൂട്ടി യൂണിഫോം ഇട്ടോ വരുന്നതാണ് പോലീസ് എന്നാണ് വിചാരം. പക്ഷെ അതൊന്നുമല്ല അവിടെ സംഭവിക്കുന്നത്. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ നേരത്തെ പറഞ്ഞു പോലീസുകാർ, ഞാനൊരു വില്ലേജ് ഓഫീസിൽ പോയി വൈകുന്നേരം ആവട്ടെ വരാനായിട്ട്, ഇത് കിട്ടണമെങ്കിൽ കുറേ സമയം എടുക്കും എന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അയ്യോ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല കേട്ടോ, വൈകുന്നേരം വന്നു, അയ്യോ എന്തേ പിടിച്ചോ എന്ന് ചോദിക്കും. കാരണം ഞാൻ പരാതി കൊടുക്കാൻ പോയ ആളാണ്. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പരാതി കൊടുക്കുന്ന ആൾക്ക് എന്ത് പ്രശ്നം ഉണ്ടാവണം പോലീസ് സ്റ്റേഷനിൽ? ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. പരാതി കൊടുക്കണ ആൾ അവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഡിഗ്നിറ്റി ഹേർട്ടായെന്ന് പറയാനാണ്. അത് പല രീതിയിലായിരിക്കാം. അത് കളവുകാരനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ശാരീരത്തിന് നേരെയുള്ള അതിക്രമങ്ങളായിരിക്കാം, ആക്ഷേപങ്ങളായിരിക്കാം. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് കേൾക്കുന്ന പോലീസുകാർ അവരോട് എടുക്കേണ്ട രീതികൾ, ഇനി അഥവാ ഒരു പോലീസുകാരെ നല്ല രീതിയിൽ ചെയ്താൽ അടുത്ത പോലീസുകാർ എങ്ങനെയാണ് അതിനെ കാണുക, അങ്ങനെ പ്രൈവസി ഇല്ലായ്മ, ഇതെല്ലാവരും മുന്നിച്ചിരുന്ന് പറയുക. അങ്ങനെ ഭയങ്കര ഒരുമാതിരി എന്താ പറയുക, ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളെ വെച്ച് നമ്മൾ ഭേദപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ്. നമ്മുടെ വീട്ടിൽ ലാട്രിൻ ഉണ്ട്, ഇന്ത്യയിൽ ലാട്രിൻ ഇല്ല, പൊതുകക്കൂസുകൾ തന്നെയാണോ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മളിനി അത് മതിയല്ലോ എന്നാണോ പറയേണ്ടത്? അല്ലല്ലോ. ഇത് വൃത്തിയാക്കി വെക്കേണ്ടത് ഒരു ആവശ്യമല്ലേ? അപ്പോൾ അങ്ങനത്തെ കുറച്ച് നമ്മളിങ്ങനെ വെറുതെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി. അത് ഞാൻ പറയാം, KP Act ഓടി ഒന്ന് ഉണ്ടാക്കി വെച്ചു, പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ഓടി ഉണ്ടാക്കി, നമ്മൾ കപ്പെടുത്തു, ഫസ്റ്റ് ചെയ്തു എന്നുള്ള കപ്പെടുത്തു. ഈ കപ്പെടുക്കുന്ന സ്വഭാവം കേരളത്തിനുണ്ട്. ഇൻഡെക്സിലൊക്കെ ഫസ്റ്റ് വരും. ഞാൻ നാഷണൽ കോൺഫറൻസിൽ പോണ ആളാണ്. ഇന്ത്യൻ പോലീസ് ആക്ടിൻ്റെ ചർച്ചയുണ്ടെങ്കിലൊക്കെ നമ്മൾ പങ്കെടുത്തില്ല, ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ചർച്ചയിലൊക്കെ ഉണ്ടായിരുന്നാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മളിങ്ങനെ അവിടെ വന്നിരിക്കുന്ന ആളുകൾ കുറച്ചും കൂടി വിദേശങ്ങളിലൊക്കെ പോയി ചർച്ചകൾ പങ്കെടുത്തും പല വ്യത്യസ്ത പോലീസ് ആക്റ്റുകളൊക്കെ അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്ത ആളുകളാണ്. അവരുടെ അടുത്ത് വന്നിട്ട് ഞാൻ സുപ്രീം കോടതി ഞങ്ങൾ പാലിച്ചിട്ടില്ല, നിങ്ങൾ കേരള പോലീസിൻ്റെ ആക്ടിൻ്റെ അകത്ത് ഈ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ എന്തുകൊണ്ട് നിങ്ങൾ പുറത്തുനിന്ന് ഒരാളെ വെച്ചില്ല, അത് സുപ്രീം കോർട്ടിൻ്റെ ഇതിൻ്റെ വയലേഷൻ അല്ലേ, എന്നിട്ട് കേരളത്തിൽ നിന്ന് എന്തുകൊണ്ട് ആരും പോയില്ല ഇത് ചലഞ്ച് ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കപ്പെടുത്തു എന്നുള്ളതിൻ്റെ എല്ലാ ക്രെഡിറ്റും അവിടെ ഇല്ലാണ്ടായി പോവാണ്. അങ്ങനെ അപ്പോൾ അത്തരം കുറേ തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് റിസർച്ച് വിങ് വേണം, അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാം BPRD ഉണ്ട്, പോലീസ് റിസർച്ച് ബ്യൂറോ. ആ BPRDയുടെ പോലെയാണോ ഇവിടെ എന്ത് സംവിധാനമുണ്ട്? അങ്ങനെ സംവിധാനം ഇല്ലല്ലോ കേരളത്തിന്. അപ്പോൾ അങ്ങനെ കുറേ സംഗതികൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിൻ്റെ കുറേ വിഷയങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട ഒരു ശബ്ദം, വിരലിലെണ്ണാവുന്ന ആളുകൾ പോലും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഉമേഷ് വള്ളിക്കുന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും പറയാൻ തയ്യാറാവുന്നില്ല. ഈ അച്ചടക്കം എന്ന പ്രഹസനം ആരും പറയാൻ തയ്യാറായി വരുമെന്ന് തോന്നുന്നില്ല. മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ ഉമേഷിനെ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഒരു 10 വർഷത്തിൽ താഴെ ആവുന്നു. സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അൺഫ്രണ്ട് ചെയ്ത് പോകുന്നവരായിരുന്നു പോലീസുകാർ. 5000 ഫ്രണ്ട്സ് ഉള്ളത് കുറഞ്ഞു പോകും, ഒരു 50-60 പേരൊക്കെ കുറയും, ഒറ്റയടിക്ക് കുറയും. നമുക്കറിയാം പോലീസുകാരെ ഭയന്നിട്ട് പോകുന്നതെന്ന്. പക്ഷേ അതേ പോലീസുകാർ ഇപ്പോൾ നമ്മുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതിൽ തന്നെ ഇതാക്കാനും, പിന്നെ നമ്മളൊരു സസ്പെൻഷൻ വരുമ്പോൾ നമുക്ക് അഭിവാദ്യം അർപ്പിക്കാനൊക്കെ തയ്യാറാവുന്നുണ്ട്. മാത്രമല്ല പല പ്രശ്നങ്ങളും പോലീസുകാർ ചോദ്യം ചെയ്യാനും തുടങ്ങി. വളരെ കുറഞ്ഞ അളവിലേ ഉള്ളൂ എങ്കിൽ പോലും ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ സ്റ്റേഷനിൽ നേരത്തെ സാറ് പറഞ്ഞ 27B എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കഞ്ചാവ് എവിടെയെങ്കിലും ഒരു കഞ്ചാവിൻ്റെ വിഷയം അല്ലെങ്കിൽ കഞ്ചാവ് പ്രതി ആക്രമണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ കഞ്ചാവ് കേസുകളിൽ സ്പെഷ്യൽ ഡ്രൈവാണ്. ഈ സ്പെഷ്യൽ ഡ്രൈവ് എന്ന് പറയുന്നത് വെച്ചാൽ എവിടെയെങ്കിലും ബീഡി വലിച്ചിരിക്കുന്നവനെ പിടിച്ചിരിക്കും, അല്ലെങ്കിൽ കൂട്ടം കൂടിയിരിക്കുന്നവരെ കൊണ്ടുവരും, ഒരു 4 പേരെ പിടിച്ചുകൊണ്ടുവരും, 4 പേർക്കും ഓരോ കേസ് വെച്ചു. എടാ മോനെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇപ്പം തന്നെ അവിടെ പരസ്പരം അവരുടെ ജാമ്യത്തിൽ വിടുകയും ചെയ്യും. അത്രേ ഉള്ളൂ. എന്താ സംഭവിച്ചതെന്ന് അവർക്ക് പോലും അറിയില്ല. നമ്മളിവിടെ മാസ്റ്റർ ഉണ്ടാക്കുന്നു, നമ്മൾ പട്രോളിങ് നടത്തി വരവേ ഈ പയ്യന്മാർ പുകവലിച്ചൂതി വിടുന്നത് കണ്ട് വാഹനം നിർത്തി പരിശോധിച്ചപ്പോൾ അന്തരീക്ഷത്തിൽ കഞ്ചാവിൻ്റെ മണമുള്ളതിനാൽ ഇവർ വലിച്ചെറിഞ്ഞ കുറ്റിയെടുത്ത് പരിശോധിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ. പോലീസുകാർക്ക് ഒരു കഥാകാരന്മാരാവാനുള്ള എഴുതുന്നവർക്ക് ഒരു സാധ്യതയുണ്ട്. ഇത് കഥയില്ല, ഇത് സ്ഥിരം കഥാശൈലിയിലാണ്. നമുക്ക് പത്ര റിലീസൊക്കെ എപ്പോഴും അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തത് മഹസർ ഉണ്ടാക്കണം. അതായത് പുകയില കൊണ്ട് ഉള്ളിൽ കഞ്ചാവ് നിറച്ച് നീല നിറമുള്ള നൂല് കൊണ്ട് ചുറ്റി ഒരറ്റം കത്തിച്ച നിലയിലുള്ള ബീഡിക്കുറ്റി 1. ഏറ്റവും വലിയ ഗതികേട് എന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസമുള്ളവരാണ് പോലീസിൽ വരുന്നത്. ഇപ്പോൾ BEdും PG ഒക്കെ ഉള്ളവരാണ് സാധാ സിവിൽ പോലീസ് ഓഫീസർമാരായിട്ട് വരുന്നത്. ഈ പോലീസുകാർ ഇവിടെ ഇരുന്നിട്ട് ഈ ബീഡിക്കുറ്റി ഉണ്ടാക്കണം. ബീഡിയിൽ കഞ്ചാവ് നിറച്ച് കുത്തിക്കെടുത്തി കെട്ടി ഈ
അതേ നിറമുള്ള നൂല് കൊണ്ട് തന്നെ ഈ എവിഡൻസ് സമൻ മാൻസറിന് വേണ്ടി ഉണ്ടാക്കുന്നത് പോലീസുകാരാണ്. ആ സാധനം ഞാൻ ഇനി കഞ്ചാവ് പീടി ഉണ്ടാക്കില്ല എന്ന് പോലീസുകാർ തീരുമാനിച്ചാൽ അപ്പം തീരും ഈ NDPSന്റെ ഈ സാറ് പറഞ്ഞ പോലുള്ള കണക്ക്. ഇത്രയും കേസുകൾ കേരളത്തിൽ ഇത്ര കേസുകൾ പിടിച്ചു, വ്യത്യാസം പത്രത്തിൽ വാർത്തയൊക്കെ ഉണ്ടാവും. ഇത് മുഴുവൻ ഈ ഒരു 90% അല്ലേ സാർ, 90% വ്യാജ കേസുകളായിരിക്കും ഇങ്ങനൊരു സംഭവം. പിന്നെ അതുപോലെ ഈ ട്രെയിനിങ് എന്ന് പറയുന്ന സാധനം, ഈ ജോലി കിട്ടി വരുന്ന ആൾക്കാർ മിക്കപ്പോഴും അധ്യാപകനാകാൻ B.Ed കഴിഞ്ഞിട്ടായിരിക്കും. അയാളുടെ സ്വപ്നം അധ്യാപകനാകാൻ അയാൾ B.Ed കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ടാവുക. അതുപോലെ പല പല ഡിഗ്രികളോ PG ഒക്കെ എടുത്തിട്ട് പോലീസിൽ ആദ്യം എഴുതി കിട്ടുന്ന PSC എന്ന നിലയ്ക്കായിരിക്കും പലരും പോലീസിലേക്ക് എത്തുന്നത്. അവർ പോലീസിൽ വന്ന് ജോയിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ജോലി എഴുതി കിട്ടി പോകാമെന്നുള്ളതാണ് പ്രതീക്ഷ. അത് പക്ഷേ പോലീസിനകത്ത് പെട്ട് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ആ കെണി മനസ്സിലാവുള്ളൂ. കാരണം പിന്നെ നമുക്കിത് പഠിക്കാനോ അതൊരു സ്വാസ്ഥ്യമോ ഒന്നും കിട്ടില്ല. വളരെ അപൂർവം ചിലർക്ക് ജോലി കിട്ടിപ്പോകും, ചിലർ SIമാരൊക്കെ ആയിട്ട് അതിലൊരു കൺസെഷൻ കൂടി ഉള്ളത് കൊണ്ട് അങ്ങനെ കിട്ടിപ്പോകും, ബാക്കിയുള്ളവർ ഇതിനകത്ത് കിട്ടുകയാണ്. അപ്പോൾ ഒരു PSC എഴുതി ജോലി കിട്ടാനുള്ളൊരു 38 അല്ലെങ്കിൽ 40 വയസ്സ് വരെയുള്ള പ്രായം നമ്മൾ മറ്റൊരു ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസുകാർ പോകുന്നത്. ഈ 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ളൊരു ജോലി നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള നിരാശയിലുമാണ് പോകുന്നത്. ഈ ട്രെയിനിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല ജോലി ചെയ്ത പല രീതിയിലും പ്രാഗൽഭ്യമുള്ള പല കഴിവുകളുള്ള പോലീസുകാരെ മുഴുവൻ ആദ്യം തന്നെ നമ്മളെ കൊണ്ടുപോയി മുടിവെട്ടി ഒരേപോലെയാക്കും. അപ്പോൾ തന്നെ നമ്മൾ പിന്നെ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ആത്മവിശ്വാസം ചോർന്നു പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ ട്രെയിനിങ്ങിൽ ഈ ക്ലാസ്സുകളുടെ കാര്യമല്ല പറയുന്നത്, അല്ലാണ്ട് നമുക്ക് ഗ്രൗണ്ടിലാണ് മെയിൻ ട്രെയിനിങ്. അവിടെ വെച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ കാലി ആണ്, നിങ്ങൾക്ക് ബ്രെയിൻ ഇല്ല, നിങ്ങൾക്ക് ബ്രെയിനിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കമാൻഡിനുള്ള പ്രവൃത്തി, മുകളിൽ നിന്നുള്ള കമാൻഡ് അതനുസരിച്ച് പണിയെടുക്കാനേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. എന്നിട്ടാണ് നമ്മളെ ഓടിക്കുന്നതും നമ്മളെ ഇതാക്കുന്നതും നമ്മളെ കൊണ്ട് ഈ മണ്ണിലിട്ട് ഉരുട്ടുന്നതും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ പോയിരിക്കുന്നു. അതായത് ഈ വെയിലത്ത് ഇത്രയും ഓടി വേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പോയിരുന്നിട്ട് ഇവിടെ കിട്ടുന്നത് നമുക്ക് എന്താണ്? മോട്ടിവേഷനാണ്. നിങ്ങൾ ഉദ്യോഗസ്ഥരാണ്, നിങ്ങൾ എക്സിക്യൂട്ടീവുകളാണ്, ഈ സർക്കാരിൻ്റെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആൾക്കാരാണെന്നൊക്കെ പറയുന്നത്. ഇത് കേൾക്കാൻ തലയിലേക്ക് കയറൂല. ഉറങ്ങിപ്പോയിട്ടുണ്ടാകും, ബോധം ഉണ്ടെങ്കിൽ തന്നെ ഇത് തലയിൽ കയറുന്നൊരു അവസ്ഥയിലും ആയിരിക്കില്ല. അപ്പം നമ്മുടെ തലയിൽ മുഴുവൻ കയറിയിരിക്കുന്നത് എന്താണ്? നമ്മൾ മണ്ടന്മാരാണ്, നമുക്ക് ബുദ്ധിയില്ല. നമ്മൾ എന്ത് ചെയ്താലും നമ്മളിപ്പോൾ ഒരു സാർ എന്നാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. അത് യെസ് സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് പണിഷ്മെൻറ്റാണ്, ഓടണം. ഇപ്പോൾ നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യും, നമ്പർ വിളിച്ചിട്ട് 110 എന്ന് വിളിക്കുമ്പോൾ നമ്മൾ അറ്റൻഷനായി നിന്നിട്ടാണ് നമ്മൾ മറുപടി പറയാൻ പാടുള്ളൂ. അറ്റൻഷൻ ആയിട്ടില്ലെങ്കിൽ നമ്മൾ അന്ന് വൈകുന്നേരം പോയിട്ട് 1000 പ്രാവശ്യം എഴുതുന്നത്. ഇമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 5 10 സ്കൂളിൽ എഴുതുന്നത്, നമ്മൾ 1000 പ്രാവശ്യം എഴുതുകയാണ്. ഇൻഡിക്കേറ്റ് ചെയ്താൽ അറ്റൻഷനാകും. ഒരു പോലീസുകാരനോട് ഒരു RTPC ആകുമ്പോൾ ചോദിച്ചു DGPയുടെ പേരെന്താണെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ശേഷം ഇരിക്കുന്ന ഒരു ഉറക്കം വരുന്ന സമയത്താണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഹോർമിസ് തരകൻ. അപ്പോൾ പറഞ്ഞു, ഇയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ, ഇമ്പോസിഷൻ എഴുതി പഠിപ്പിക്കണത്. പിന്നെ ഞങ്ങൾ ഇരുന്ന് എഴുതുകയാണ് 1000 പ്രാവശ്യം. ബഹുമാനപ്പെട്ട DGP എന്ന് പറഞ്ഞില്ല, അതാണ് കുറ്റം. ബഹുമാനപ്പെട്ട DGP ശ്രീ ഹോർമിസ് തരകൻ IPS അവർ, DGPയുടെ പേര് ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറും മണ്ടന്മാരാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ പുറത്തേക്ക് വിടുന്നത്. പക്ഷെ പുറത്ത് പോലീസിൽ എത്തിക്കഴിയുമ്പോഴോ ഈ SIമാർ ചെയ്യേണ്ട പണിയായാലും CIമാർ ചെയ്യേണ്ട ഈ കേസ് ഫയലുകളും എല്ലാ കാര്യങ്ങളും എത്തുന്നത് നമ്മളെ കയ്യിലാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ സിനിമയെ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് ഒരു കേസ് കിട്ടുന്നു, സുരേഷ് ഗോപി ആ കേസുമായിട്ട് പോകുന്നു, അന്വേഷിക്കുന്നു, അയാൾക്ക് ഇഷ്ടം പോലെ സമയം ആ കേസിൻ്റെ പുറകെ മാത്രം നടന്നാൽ മതി. ഇവിടെ ഒരു സാധാ പോലീസുകാരൻ്റെ കയ്യിൽ ഈ പറഞ്ഞ പോലെ 10-20 ഫയലുണ്ടാവും. ഈ ഫയൽ ഉള്ള പോലീസുകാരാണ് 25-ാം തീയതി വരെ നെട്ടോട്ടമോടി എല്ലാ പണിയും എടുക്കുന്നത്. ഇയാൾക്ക് പാറാവ് കയറണം, ഒരു SCP ആണെങ്കിൽ GD കയറണം, അതിൻ്റെ ഇടയിൽ എല്ലാൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, അടിപിടി ഉണ്ടാവും. ഈ എല്ലാ കേസും ഇട്ട് 25-ാം തീയതി ആകുമ്പോൾ നമ്മളോട് പറയും ഇനി കേസ് തീർക്കണം. എന്നിട്ട് ഒരു 4 കേസ് എത്ര എണ്ണം തീർക്കാം എന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് ഒരു 4 എണ്ണം നോട്ട്ബുക്കിൽ എഴുതി തന്നിട്ട് തീർക്കണം. പിന്നെ കേസ് തീർക്കുക എന്ന് പറഞ്ഞാൽ കേസിൻ്റെ നീതി എന്ന് പറയുന്നത് അന്വേഷിച്ച് പരാതിക്കാരന് നീതി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു തീർക്കലാണ്. ഇവിടെ അത് നടക്കാനുള്ള സമയമൊന്നുമില്ല. പിന്നെ നമ്മളെ കുത്തി ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിൽ അടിക്കുന്നവരടിക്കും, എഴുതുന്നവർ എഴുതും, ഈ കേസുകൾ അടിച്ച് തീർക്കുന്നു. അങ്ങനെ ഒരു 3-4 കേസ് നമ്മൾ മാസാവസാനം ആകുമ്പോൾ ചാർജ് കൊടുക്കുന്നു, കേസ് തീർന്നു, എണ്ണം കുറഞ്ഞു. സ്റ്റേഷനിൽ ഒരു 10 പോലീസുകാർ കൂടിയിട്ട് 40 കേസ് സ്റ്റേഷൻ എന്ന് പറയുന്നു, അതിനനുസരിച്ച് സബ് ഡിവിഷൻ എന്ന് പറയുന്നു, അതനുസരിച്ച് ജില്ലയെന്ന് പറയുന്നു, കേസിൻ്റെ എണ്ണം കുറയുന്നു. അതായത് കണക്കുകൾ മാത്രമാണ്, കേസിൽ ഒരാൾക്ക് നീതി കിട്ടിയോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസമൊക്കെ നേടി നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ജോലി ചെയ്യുന്നു. പിന്നെ ഇതായിട്ട് പൊരുത്തപ്പെടും, കുറച്ച് കഴിയുമ്പോൾ ഇതായിട്ട് പൊരുത്തപ്പെടും. എന്നാലോ ഇതിൽ നമ്മളടുത്ത് വരുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ഫയലിലോ ഒരു നീതി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുമില്ല. ഈ എല്ലാ ഫ്രസ്ട്രേഷനും പിന്നെ ഈ പറഞ്ഞ എന്തിനും മുകളിൽ നിന്നുള്ള പണി, പുറത്തുനിന്നുള്ള പണി, പിന്നെ ആക്ഷേപം, ഈ നാട്ടുകാരുടെ ഈ ഉരുട്ടിക്കൊല പോലത്തെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ട് നാട്ടിലിറങ്ങുമ്പോൾ അതിൻ്റെ ഒരു അധിക്ഷേപം, പിന്നെ പോലീസിലെ ഈ അഴിമതിയും ഗുണ്ടാബന്ധങ്ങളും പുറത്തു വരുമ്പോൾ അങ്ങനെ പോലീസുകാർ നമ്മൾ നാട്ടിലിറങ്ങുമ്പോൾ നാട്ടുകാർ നമ്മളെങ്ങനെ കാണുന്നതെന്നുള്ളൊരു അപമാനം ഉണ്ടല്ലോ. ഈ അപമാനമൊക്കെ സഹിച്ചു പോകുന്ന പോലീസുകാർക്കാണ് ഈ പറഞ്ഞ പോലെ ഒരു ലീവ് കിട്ടില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഓഫ് കൊടുക്കണമെന്ന് ഈ DGP ഇതുപോലെ എത്രയോ സർക്കുലറുകൾ ഇറക്കിയിട്ടുണ്ട്.
പക്ഷേ ഇത് സർക്കുലർ ഇറക്കി അദ്ദേഹത്തിൻ്റെ പണി കഴിഞ്ഞു. അതിവിടെ നടപ്പാകുന്നുണ്ടോന്ന് അദ്ദേഹം നോക്കുന്നുമില്ല, അറിയുന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഓഫ് പോലും കിട്ടൂല. ആഴ്ചയിൽ ദിവസം അല്ല, 2 ആഴ്ചയിൽ ഒരു ദിവസം. ഞാൻ തന്നെ നമ്മുടെ SP ക്ക് ഒരു പോസ്റ്റിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങേക്ക് എന്നെ സസ്പെൻഡ് ചെയ്യുന്ന അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. സ്റ്റേഷനിലെ പോലീസുകാർക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഓഫ് കൊടുക്കാൻ പറ്റുമോ, 2 ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഓഫ് കൊടുക്കാൻ പറ്റുമോ, പറ്റില്ലല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഓഫ് കിട്ടാതെ വീട്ടിൽ പോകാൻ പറ്റാതെ ഒരു കാര്യത്തിന്, ഒരു കുടുംബത്തിലൊരു കാര്യം നടത്താൻ പറ്റാതെ ഇവിടെ ഇരിക്കുന്ന ഒരു പോലീസുകാരന് മോളിൽ നിന്നുള്ള സ്ട്രെസ്സും വരും. ഇതെല്ലാം കൂടി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് വിചാരിച്ചാൽ ഇയാളെ ഇതിനൊരു കാരണം കണ്ടുപിടിക്കണം. പോലീസുകാരായാലും ഏത് സർക്കാർ ഉദ്യോഗസ്ഥരായാലും ഇവർക്ക് ലോൺ ഉണ്ടാവും, സാമ്പത്തിക ബാധ്യത എളുപ്പമാണ്. കുടുംബ പ്രശ്നങ്ങളില്ലാത്ത കുടുംബം ഉണ്ടാവില്ല. എന്തെങ്കിലും ആയാലും ഒരു തർക്കം എന്തെങ്കിലും ഉണ്ടാവും, കുടുംബ പ്രശ്നം. അതും അല്ലെങ്കിൽ മദ്യപാനം, ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിന് പേരായിരിക്കും. ഇപ്പം മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് 1 മാസത്തിൻ്റെ ഉള്ളിൽ. ഞാൻ പറയുന്നു, ഉറപ്പിച്ച് പറയുന്നു, പോലീസ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഈ ഒരു മരണം പോലും പോലീസിലെ പീഡനം കൊണ്ടായിരിക്കില്ല. എല്ലാം അവർ പറയുന്നത് മദ്യപാനം, കുടുംബവഴക്ക്, സാമ്പത്തികം, ഈ പ്രശ്നങ്ങളായിരിക്കും. ജോലി സ്ട്രെസ് പോലും ഉണ്ടാവില്ല. ഇത് അസോസിയേഷൻ്റെ ഒരു നേതാവ് തന്നെ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞത് പോലീസുകാരുടെ അമിതമായ മദ്യപാനവും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് ഈ ആത്മഹത്യകൾക്ക് കാരണമെന്നാണ് ഞങ്ങൾ പഠനത്തിലൂടെ കണ്ടെത്തിയതെന്ന്. ഇവർ ഇന്ന് വരെ ഒരു പഠനം നടത്തിയിട്ടില്ല. അതായത് അവർ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് വളച്ചൊടിക്കുക. ഇതെന്താ വെച്ചാൽ ഈ മരിച്ചു പോയ പോലീസുകാരെ മാത്രമല്ല, അവരുടെ കുടുംബത്തെ പോലും അപമാനിക്കുകയാണ്. അവരുടെ സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടികളായിരിക്കും, അവരുടെ ഭാര്യ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരിനി സമൂഹത്തിൽ ജീവിക്കേണ്ടവരായിരിക്കും. അവരെ കൂടി തീർത്തും അപമാനിക്കുന്ന തരത്തിലുള്ള നീക്കമാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുനിന്ന് ഉണ്ടാകുന്നത്. 6 ദിവസത്തിൻ്റെ ഇടയിൽ 5 പോലീസുകാർ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു കർഷക ആത്മഹത്യ നടന്നാൽ എന്തായിരിക്കും പ്രതികരണം? ഒരു അധ്യാപകൻ ആത്മഹത്യ ചെയ്താൽ എന്തായിരിക്കും പ്രതികരണം? 6 ദിവസത്തിനിടയിൽ 5 പോലീസുകാർ ആത്മഹത്യ ചെയ്യുകയും 2 പോലീസുകാർ കാണാതാവുകയും ചെയ്തു. ഈ കാണാതായത് തീർത്തും സമ്മർദ്ദം ഉണ്ടായൊരു സാഹചര്യത്തിൽ നിന്നാണ് അവർ കാണാതാവുന്നത്. എന്നിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ DGPയോ ആ വകുപ്പിൻ്റെ മന്ത്രിയോ ഒന്നും, എന്തിന് പോലീസ് അസോസിയേഷൻ്റെ നേതാക്കൾ പോലും ഇതിലൊരു പ്രസ്താവനയോ ഒരു സപ്പോർട്ടായിട്ട് മനുഷ്യാവകാശ പ്രവർത്തകർ പോലും അന്വേഷിക്കുന്നില്ല. അത് ഇപ്പോഴാണ് വാർത്ത വന്നപ്പോഴാണ് ഇടപെട്ടത്. 6 പേർ മരിച്ചു, അത് 5 പേര് മരിച്ചു, 5 സ്ഥലത്തെ വാർത്തയായിട്ട് അതങ്ങനെ പോവുകയായിരുന്നു. പിന്നെ നമ്മളതെടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നു, ഈ 6 ദിവസത്തിൻ്റെ ഇടയിൽ 5 പേര് മരിച്ചു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് അത് വാർത്തയാവുന്നതും ചർച്ചയാവുന്നതും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നതും ഒക്കെ വന്നു. ഇതിൻ്റെ പേരിൽ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇപ്പം ഞാൻ സസ്പെൻഷനിലാണ്. ഇപ്പം എന്നെ പിരിച്ചുവിടാനുള്ള ഫയലിൻ്റെ നീക്കം ഒന്നും കൂടി കൂടും. ഇതിനൊരു PR അടിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പത്തനംതിട്ട ഒരാൾ കൊണ്ടുത്തരും, താങ്കൾ പോലീസിലെ ആത്മഹത്യകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പോലീസ് സേനയ്ക്ക് അപമാനം ഉണ്ടാക്കിയിരിക്കുന്നു. ഈ പോലീസ് സേനയിലെ ആത്മഹത്യയോ പോലീസുകാർ ഇങ്ങനെ മരിക്കുന്നതോ പോലീസ് സേനയ്ക്ക് വീഴ്ച പറ്റുന്നതോ ഒന്നും പോലീസിന് അപമാനമായിട്ട് ഇവർ കാണുന്നില്ല. അതേസമയം അതിനെക്കുറിച്ച് പറഞ്ഞാൽ, അതിനെക്കുറിച്ച് പ്രതികരിച്ചാൽ പോലീസ് സേനയ്ക്ക് അപമാനം ഉണ്ടാക്കിയ താങ്കൾ സർവീസിൽ തുടരാൻ അർഹനല്ല എന്ന് പറയും. ശരിക്ക് ഈ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഊതി വീർപ്പിച്ചൊരു ബലൂണായി സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലായിരിക്കുകയാണ്. അങ്ങനെ വലിയ സംഭവമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പോലീസിംഗാണ് കേരള പോലീസിംഗ് എന്ന് പറയുമ്പോഴും പോലീസുകാർക്കിടയിൽ ഈ 6 ദിവസത്തിനിടയിൽ 5 മരണം എന്ന പോലുള്ള വസ്തുത അതെല്ലാവരും തിരിച്ചറിയുകയാണ്. പല കേസുകൾ പിടിക്കുകയാണെങ്കിൽ പോലും ഈ മോഷ്ടാക്കൾക്ക് പോലീസിനേക്കാൾ നല്ല സാങ്കേതിക വിദ്യയുണ്ട്, നല്ല ലാപ്ടോപ്പും ഫോണും അല്ലെങ്കിൽ ആ സാങ്കേതിക വിദ്യയുണ്ട്. പോലീസ് പലപ്പോഴും ഭാഗ്യം കൊണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഈ മൊബൈൽ വന്നതിന് ശേഷം മൊബൈലിൻ്റെ ടവർ ട്രാക്ക് ചെയ്തിട്ടൊക്കെയാണ് പല കേസുകളും പിടിക്കുന്നതാണ് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായ പോലീസുകാർ പോലും പറയുന്നത്. എങ്ങനെ മാറ്റം വരാനാണ്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ഊതി വീർപ്പിച്ച ബലൂണായി നിൽക്കുകയല്ലേ. വീർപ്പിച്ചതിലുപരി ഇത് നമ്മൾ പറയാതെ പോയൊരു സ്ട്രെസ് ചെയ്യുക, ഫോക്കസ് ചെയ്യാൻ പോയ വേറൊരു കാര്യമുണ്ട്. ഈ ഷോർട്ടേജ് ഉണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ, അത് ഏറ്റവും വലിയ ഈ മാനസിക സമ്മർദ്ദത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ മെന്നിൻ്റെ ഷോർട്ടേജാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ AR ക്യാമ്പിൽ ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു, അതിൻ്റെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് ഉള്ളൂ, അത് മുഴുവനും എസ്കോർട്ട് ചെയ്ത് പോകും. അപ്പോൾ പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കളക്ടറേറ്റ് മാർച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് 5 പേരെ വെച്ച് കൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷൻ പൂട്ടിയിടുകയല്ലേ, കാരണം ആ ഒരു പറ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്നത്തെ മൊത്തം ഇൻവെസ്റ്റിഗേഷൻ എല്ലാം സഫർ ചെയ്ത് പോകും. ഈ അന്ന് കേസ് അന്വേഷിക്കുന്ന ആൾക്കാരൊക്കെയാണ് വന്ന് ഈ കളക്ടറേറ്റിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഉള്ള ആളുകൾ തന്നെ വീണ്ടും രാത്രിയും പകലായിട്ട് ഡ്യൂട്ടി ചെയ്ത് അങ്ങനെ അവർക്കൊരു കുടുംബം ഉണ്ടെന്നൊരു ഫീലിങ്ങിലും വേണ്ട ഈ പോലീസുകാർക്ക്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് വരുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇത് വലിയൊരു പ്രവണത വരുന്നുണ്ട് പോലീസിനകത്ത്. കാരണം ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ട പോലീസിന് അവരുടെ ജോലിക്കൊരു സുരക്ഷയില്ലാത്ത ഒരു അവസ്ഥയാണ്. അതെ, ജീവിതത്തിൽ ഇതിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി സർക്കാരിൻ്റെ പ്രതിച്ഛായനെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് അതിന് രാഷ്ട്രീയ ലക്ഷ്യം കൂടെ കാണുന്നതല്ല. ഇതേ സിസ്റ്റമാണ് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഏത് ഭരണം വന്നാലും ഇതിലൊരു വ്യത്യാസം വരാൻ പോകില്ല. സിസ്റ്റത്തിലാണ് ഈ പറയുന്ന അടിസ്ഥാനപരമായിട്ട്
മാറ്റങ്ങൾ വരുന്നുണ്ട്. മോഷണ കുറ്റ കേസുകളൊക്കെ ഇപ്പോൾ 3rd ഡിഗ്രി കാര്യങ്ങളൊന്നും ഇല്ല പോലീസിന്, അതിനാരും തയ്യാറുമില്ല. ഈ ഒരു ശാസ്ത്രീയ മാർഗ്ഗവും ഇല്ല കേരള പോലീസിനകത്ത്. ഓപ്പറേറ്റീവ് പറയുകയാണ്, ഒരു ശാസ്ത്രീയ മാർഗവും അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ നമുക്ക് ആകെ ഒരു നുണപരിശോധനയ്ക്കാണ്, അതും അവരുടെ കൺസെൻറ്റ് വേണം, പ്രതിയുടെ കൺസെൻറ്റ് വേണം. അപ്പോൾ പ്രതി എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഒരു തരത്തിലുള്ള ഈ ശാസ്ത്രീയ കുറ്റാന്വേഷണ രീതികളും ഇല്ല. ഫിംഗർ പ്രിൻ്റ് എടുത്തിട്ട് അയാൾ പറയുന്നത് എൻ്റെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വളരെ ദുർബലമായിരിക്കുന്ന ഒരു, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കേസിൻ്റെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരു സാധനം അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡിലേ വരികയാണ്. അപ്പോൾ പല പോലീസ് ഓഫീസർമാരും പറയും, നമ്മളൊരു കേസിൽ രാസപരിശോധനയ്ക്ക് അയച്ചു, അതിൻ്റെ റിസൾട്ട് വളരെ പ്രധാനമാണ്, പക്ഷേ അതിനു മുമ്പ് ഇവിടെ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഇത് വരുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ആദ്യം ഈ രാസപരിശോധന റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അറസ്റ്റ് പോലും ചെയ്യുള്ളൂ. ഇപ്പോൾ 3 കൊല്ലം 4 കൊല്ലമൊക്കെയാണ് കൊലക്കേസ് പോലുള്ള ഇതിലും. പിന്നെ പ്രയോറിറ്റി, ടോപ്പ് പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞ് SP അവരൊക്കെ എഴുതി കൊടുക്കുമ്പോൾ മാത്രമാണ്, കാരണം അതിൻ്റെ ലാബുകളുടെ എണ്ണം ഒരുപാട് ഇരട്ടി വർദ്ധിപ്പിച്ച് ആ രീതിയിൽ പോകണം. അതുപോലെ തന്നെ പോലീസ് സേനയിലേക്ക് ഈ വിദേശ രാജ്യങ്ങൾ, ഞാൻ അതിൻ്റെയൊക്കെ ഒരു PG എടുത്ത ആളാണ് വിദേശ പോലീസിനെ കുറിച്ച്. അപ്പോൾ അതിനകത്തൊക്കെ പറയുന്നത് അവിടെ പോലീസ് അല്ലാത്ത ആളുകളെ ഷോർട്ട് സർവീസ് കമ്മീഷൻ പോലെ 5 കൊല്ലത്തേക്ക് 10 കൊല്ലത്തേക്കൊക്കെ ക്വാളിഫൈഡുള്ള ആളുകളെ സൈബർ സെല്ലിലേക്ക് എടുക്കുക, ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയുള്ളതിലേക്ക് എടുക്കുക. അവർ ഇത് കഴിഞ്ഞാൽ അവർക്ക് വേറെ പെൻഷനൊന്നുമില്ല. അത് ഒരു നല്ലൊരു ഇതാണ്. അപ്പോൾ നല്ല പോലീസിൽ നിന്ന് ഒരു പുതുമുഖങ്ങൾ വരും, അവർക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ പോലീസിങ് പോലത്തെ ഒരു കാര്യങ്ങൾ എൻ്റെ ലൈഫ് എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ സൈബർ ക്രൈമിൽ, ഇപ്പോൾ സാറ് പറഞ്ഞു നേരത്തെ നമുക്കൊരു 5 കൊല്ലത്തേക്ക് ഒരു ഷോർട്ട് സർവീസ് പോലെ കുറച്ച് പേര് എടുക്കാമെന്ന്. ഇപ്പം ബിടെക് കഴിഞ്ഞാൽ പിള്ളേരെ എടുത്തു, ഇവർ അത് കുറച്ച് നാളത്തേക്ക് നിന്ന് ഒരു എക്സ്പീരിയൻസ്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മുഴുവൻ അവരുടെ കയ്യിൽ വരികയാണ്. ഇനിയിപ്പോൾ അത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യം വെച്ചാൽ ആ സുരക്ഷ, ഇതൊക്കെ ഇവർക്ക് കമ്മിറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ, ഇവർക്കൊന്നും ഇല്ലെങ്കിൽ, ഇവർ ഇനി 5 കൊല്ലം കഴിഞ്ഞ് വേറെ നാട്ടിലേക്ക് പോവാണ്, എൻ്റെ ഡാറ്റ ഇവർ കൊണ്ടുപോയില്ല എന്ന് എനിക്കെന്താ ഉറപ്പ്? മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈവസിയും അതിൻ്റെ സെക്യൂരിറ്റി കാരണം, അതുകൊണ്ട് ഇത്തരം മേഖലയിലേക്ക് ഗവൺമെൻറ് ആകെ ശമ്പളം കൊടുക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ അതായത് ഗവൺമെൻറ്റിനെ റൺ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ മേഖലയും, സർവീസ് മേഖലയിൽ നിന്നും ഗവൺമെൻറ് പോവുകയാണല്ലോ. നമുക്കറിയാം നമ്മുടെ മിക്സഡ് എക്കണോമിയാണ്, സ്കൂൾ മുഴുവനും നമുക്ക് ഗവൺമെൻറ്റിന് പറ്റില്ല, അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, ഗതാഗതം പ്രൈവറ്റ് സെക്ടർ ഉണ്ട്. അപ്പോൾ അതുപോലെ പോലീസും പ്രൈവറ്റ് ആക്കിവിടെ എന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരും. അതിന് പകരം എനിക്ക് തോന്നുന്നത് ഒരു ഉത്സവം നടക്കുന്നുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടനം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് സർക്കസ്, അങ്ങനെ കുറേ ആളുകൾ ജനങ്ങൾക്കുണ്ട്. ആരാണോ നടത്തുന്നത് അവർ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സുകാരുടെ പോലെ ഉള്ള ആളുകളെ അന്ന് നമ്മൾ പോലീസിന് പൈസ കൊടുത്ത് മേടിക്കണ്ടല്ലോ, അങ്ങനെ ഒരു വിങ്ങിനെ ഉണ്ടാക്കി അവരെ നോക്കാൻ കൊടുക്കുക. ഈ കേരള പോലീസ് പ്രത്യേകമായി ട്രെയിൻ ചെയ്ത് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട പോലീസിനെ വിളിച്ച് അവിടെ കൊണ്ടുപോയി നിർത്താതിരിക്കുക, അല്ലെങ്കിൽ ജുവനൽ പ്രൊട്ടക്ഷൻ വേണ്ട പോലീസിനെ അവിടെ നിർത്തുക. അതായത് പോലീസിനെ ഡീമീൻ ചെയ്യുന്ന കുറേ ജോലികളിലേക്ക് കൊണ്ടുപോയി നിർത്താം. ശബരിമല അവരെടുക്കേണ്ട പൈസ കേരള പോലീസ് തന്നെ എന്തിനു പോകേണ്ട ആവശ്യം? അവിടെ ദേവസ്വം ബോർഡ് അവരുടേതായിട്ടുള്ള പ്രധാന കീ പോസ്റ്റുകളിൽ പോലീസ് ഓഫീസേഴ്സ് ഇട്ടിട്ട് ഈ സെക്യൂരിറ്റി വിങ്ങുകളിൽ മുഴുവനും ഈ എക്സ് മിലിറ്ററി അങ്ങനെ കുറേ വിങ്ങുകളുണ്ടല്ലോ, അവരെ എടുത്തു കഴിഞ്ഞാൽ പോലീസ് ഇവിടെ അന്നാണ് ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ ഉണ്ടാവുക, അന്നാണ് ഏറ്റവും കൂടുതൽ അടിപിടി ഉണ്ടാവുക. അവിടെ അന്നൊന്നും പോലീസ് സ്റ്റേഷനിൽ ആളുണ്ടാവില്ല. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. ഈ അങ്ങനെ പോലീസ് സേനയെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ഉപയോഗിക്കും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ക്രൈം നമ്മളിപ്പോൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഒരു വിങ്ങിനെ എടുത്ത ഇൻവെസ്റ്റിഗേഷന് വേണ്ടി നമ്മളതിനെ കൊണ്ടുവന്ന് ആ ഒരു ബറ്റാലിയനിലേക്ക് നമ്മൾ മാറ്റിക്കൊടുത്ത് അവരെ കൊണ്ടുവന്നിട്ട് വേറെ ഡീമീൻ ചെയ്യലാണ് ശരിക്കും. അപ്പോൾ നമുക്കറിയാം വിജിലൻസിൽ പോകുന്ന ആൾക്കാർക്ക് ഇതിൽ നിന്ന് പോണ പോലീസുകാരാ വിജിലൻസിൽ, ഇതിൽ നിന്ന് പോണ ആൾക്കാർ അങ്ങോട്ട്, ഇതൊക്കെയുണ്ട് പ്രശ്നം. അപ്പോൾ ഒന്നിലും അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്ന് മാസ്റ്ററി ചെയ്യുന്ന കാര്യങ്ങളോ ഇതൊക്കെ ചെയ്യേണ്ട കാലം അതിക്രമിച്ച് കോഴ്സുകൾ വരേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ ക്രിമിനോളജി ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതൊക്കെ ചെയ്ത ആളുകളാണ് ഈ കോഴ്സിലേക്ക് ഇപ്പോൾ ചെയ്ത ആൾക്കാർക്കാണ് അഭികാമി എന്നൊക്കെ പറഞ്ഞാൽ LLB ചെയ്ത ആൾക്കാരോ ക്രിമിനോളജി ചെയ്ത ആൾക്കാരൊക്കെ അതൊരു വേറെ ഇതിലൊരു പൊട്ടൻഷ്യലും കൂടി അതിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ ആത്മാഭിമാന ബോധമുള്ള മനുഷ്യരാണ് ഇവർ. ഇപ്പം ഒരു ചെറുപ്പക്കാരന് ജോലി കിട്ടി, ഉടനെ കല്യാണം എന്ന് പറഞ്ഞാൽ വീട് വേണം, കാറ് വേണം, മറ്റ് സംവിധാനങ്ങളൊക്കെ വേണം. അത് ഇത്ര താഴ്ന്ന ലെവലിൽ നിന്ന് വന്നാലും സർക്കാർ ജോലി കിട്ടിയാൽ പിന്നെ ലെവൽ മാറിയല്ലോ. അപ്പോൾ എന്തായി അവസ്ഥ? കടം വാങ്ങൽ. അതായത് അതിന് പറ്റിയ ഒരു UGC സ്കെയിലൊന്നുമില്ല. MA പഠിച്ചിട്ടും അല്ലെങ്കിൽ MSc പഠിച്ചിട്ടുള്ള ആൾക്കൊന്നും UGC സ്കെയിലൊന്നും അല്ല കിട്ടുന്നത്. അത് പണി ചെയ്യുന്നത് വളരെ അധികമാണ്, തന്നെ റിസ്ക്കാണ്. സ്കിൽഡ് ജോബായിട്ട് പോലും അതിനെ കാണുന്നില്ല. കാരണം ഇതൊരു സ്കിൽഡ് ജോബായിട്ട് കാണുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഇതിനൊക്കെ. അപ്പോൾ അതൊന്നും അങ്ങനെ കാണാതെ ഇതിനു വേണ്ടി പ്രത്യേകമായി ഒന്നും നൽകാതെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിലൊരു സംഗതിയൊക്കെ മാറ്റി എല്ലാവർക്കും DA കൂടുമ്പോൾ മാത്രം DA കൂടുക, എല്ലാവർക്കും അതിന് പകരം പോലീസ് സേനയ്ക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് റിസൾട്ട് അലോക്കേഷൻ വേണം. ബഡ്ജറ്റ് അലോക്കേഷനിൽ പോലീസിൻ്റെ കാര്യത്തേക്ക് ഫണ്ട് നീക്കി വയ്ക്കുക. അപ്പോൾ പിന്നെ ആരും പെർമിഷൻ്റെ ആവശ്യമില്ല. ആ ഫണ്ട് നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് നമ്മൾ ഇപ്പോൾ എന്ത് കാര്യത്തിനും ഫൈനാൻസിൻ്റെ കൺസൾട്ടൻസ് വേണം. നമ്മളൊരു പോലീസുകാരനെ പുതിയ വയ്ക്കണമെങ്കിലും ഒരു ബാറ്ററി മേടിക്കണമെങ്കിൽ പോലും എന്ത് കാര്യത്തിനും ഒരു കൺസെൻറ്റ് വേണമെന്നുള്ള അവസ്ഥ. ഈ കറപ്ഷൻ വരുന്നതിൻ്റെ പുറകിൽ കേരള പോലീസിൻ്റെ ഒരു സ്റ്റേഷനിലേക്ക് എത്ര രൂപ അവിടുത്തെ പേപ്പർ തൊട്ട് ഇങ്ക് തൊട്ട് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ കിട്ടണമെന്ന് ചോദിക്കാം. മജിസ്ട്രേറ്റിന് സമൻസ് ഇല്ലാണ്ട് മജിസ്ട്രേറ്റ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ വിളിച്ച് പറയും മൂപ്പര് ഏതെങ്കിലും നാട്ടുകാരെ കൊണ്ട് അടുപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, റിയാലിറ്റിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ കൂടി ഉണ്ട്. അത് അവിടെ ഒരു മന്ത്രി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് മാത്രം ശ്രദ്ധിക്കാൻ ഒരു മന്ത്രി ആവശ്യങ്ങൾ പേപ്പർ വാങ്ങാൻ നാട്ടുകാരോട് വാങ്ങണം. പിന്നെ ഒരു 10 രൂപയുടെ പേപ്പർ ആ പ്രദേശത്തുള്ള ഒരു ചെറിയ മുതലാളിയായിരിക്കും അതിന്റെ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് കേൾക്കേണ്ടി വരും. ഒരു വണ്ടി കിട്ടാൻ ഒരു പരാതിയായിട്ട് വരുന്നവനെ കൊണ്ട് പോയി ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ മേടിച്ചുകൊണ്ട് വരുന്ന അങ്ങനെ പല സ്റ്റേഷനുകളും നടക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യമൊക്കെ ഒഴിവാക്കണം. പോലീസും ആത്മാഭിമാനമുള്ളവരാണ്. വലിയ മാറ്റങ്ങൾ പോലീസിൽ വരിക തന്നെ വേണം. എത്രയോ പോലീസുകാർ സമീപ നാളുകളിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്നു. എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്ന ആ മേഖല പോലീസുകാർ തന്നെ ഭീതിയോടുകൂടി ഓരോ ദിവസവും ആത്മാഭിമാനമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരവസരത്തിൽ കേരള പോലീസ് രാജ്യത്ത് തന്നെ മികച്ച നിലയിലാണ് എന്ന് പറഞ്ഞത് മാറ്റി തിരുത്തേണ്ടിയിരിക്കുന്നു എന്നല്ല, അത് തിരുത്തിപ്പെട്ടിരിക്കുന്നു. ഇനിയെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടട്ടെ. വേണ്ട സ്റ്റേഷനുകളിൽ മതിയായ ജീവനക്കാർ പോലുമില്ല, അന്വേഷണത്തിനുള്ള സാമഗ്രികളില്ല, അതിനുള്ള പണമില്ല. ഈ ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് മതിയായ ശമ്പളം പോലുമില്ല. ഇവർക്കും കുടുംബവും കുട്ടികളുമുണ്ട് എന്ന് ചിന്തിക്കുന്നവർ ഇല്ലാതായിരിക്കുന്നു. വലിയ മാറ്റങ്ങൾ പോലീസിലുണ്ടാവട്ടെ. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, റിട്ടയർഡ് SP ശ്രീ RK ജയരാജ്, ശ്രീ ഉമേഷ് വള്ളിക്കുന്ന്. 3 പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.